ജയ് ശ്രീറാം. പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 13 2023 ജൂലൈ 29 ബുധനാഴ്ച. ഇന്ന് ചർച്ച ചെയ്യുന്നത് 683 വരികളാണ്. സീതാപഹരണം, സീതാന്വേഷണം, ജടായുഗതി, ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബരി ആശ്രമ പ്രവേശം, ഇത്രയും ഭാഗങ്ങളുള്ള 683 വരികളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മാരീച നിഗ്രഹം, ശ്രീരാമൻ മാരീചനെ വധിച്ചതും മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനോട് സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നതും അത് കേട്ടുകൊണ്ട് സീതാദേവി ലക്ഷ്മണനോട് രാമൻ്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നതും തൻ്റെ ജ്യേഷ്ഠന് അത്തരത്തിൽ ആർത്തനാദം ഉണ്ടാവുകയില്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണനെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് സീതാദേവിയെ വനദേവതമാരെ സങ്കല്പിച്ചേൽപ്പിച്ചിട്ട് ലക്ഷ്മണൻ ശ്രീരാമൻ്റെ സമീപത്തേക്ക് യാത്ര തിരിക്കുന്നതുമാണ് നാം കണ്ടത്. തുടർന്ന് ഇത്തരത്തിൽ ലക്ഷ്മണൻ രാമൻ്റെ സമീപത്തേക്ക് പോയ സമയത്ത് ദശകന്ധരൻ മദനബാണാന്തനായി അവതരിച്ചിടിനാൻ കാമാന്ധനായ രാവണൻ അവിടെ എത്തിച്ചേർന്നു. ജടയും വൽക്കലവും ധരിച്ച് സന്യാസിയായി ഉടജാങ്കണെ വന്നു നിന്നു. ജടയും വൽക്കലാദികളുമൊക്കെ ധരിച്ച് ഒരു സന്യാസിയുടെ രൂപത്തിൽ സീതാദേവിയുടെ സമീപത്ത് ആ പർണശാലയിലേക്ക് രാവണൻ എത്തിച്ചേർന്നു. സംപൂജ്യ ഭക്തിയ ഫലമൂലാദികൾ നൽകി സീതാദേവി സന്യാസി വേഷധാരിയായ രാവണനെ കണ്ടിട്ട് വിനീതത്തോടുകൂടി പൂജിച്ച് ഫലമൂലാദികളൊക്കെ നൽകി. എന്നിട്ട് പറഞ്ഞു, ഫലമൂലാദികളൊക്കെ ഭുജിച്ചുകൊണ്ട് അല്പസമയം ഇവിടെ ഇരിക്കുക, എൻ്റെ ഭർത്താവ് ഇപ്പോഴിവിടെ എത്തിച്ചേരും, അങ്ങേക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും, ദാഹവും വിശപ്പുമെല്ലാം തീർത്ത് അങ്ങ് വിശ്രമിച്ചാലും എന്ന് പറയുന്നു. അത് കേട്ടിട്ട് സന്യാസി രൂപം ധരിച്ച രാവണൻ പറയുകയാണ്, ആരമലെ ചൊല്ലിയിടൂ, നീ ആരാണ് എന്ന് പറഞ്ഞാലും, നിന്റെ കമിതാവ് ആരാണ്, നിന്റെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞാലും, നിഷ്ഠുര ജാതികളായിട്ടുള്ള രാക്ഷസന്മാരൊക്കെ വസിക്കുന്ന ഈ കാനനഭൂമിയിൽ, ഈ വനത്തിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്ത്? നീയൊരു സ്ത്രീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് എന്താണ്? ആയുധപാണികളായിട്ട് ആരും നിന്റെ കൂടെ പുരുഷന്മാരാരും തന്നെ ഇല്ലല്ലോ. നിന്റെ പരമാർത്ഥമൊക്കെ നീ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം, ഞാൻ ആരാണ് എന്നുള്ളതും ഞാൻ അറിയിക്കാം എന്ന് പറയുന്നു. സീതാദേവി അത് കേട്ടിട്ട് പറയുകയാണ്, ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനായ രാമൻ്റെ ഭാര്യയാണ് ഞാൻ. എൻ്റെ പേര് സീത എന്നാണ്. ഞങ്ങൾക്കൊരു അനുജനുണ്ട്, ലക്ഷ്മണൻ എന്നാണ് പേര്. ഞങ്ങൾ 3 പേരും കൂടി അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് തപസ്സിനായിട്ട് ഈ വനത്തിലേക്ക് വന്നതാണ്. 14 വർഷം കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ താമസിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ പരമാർത്ഥം. ഇനി അവിടുന്ന് ആരാണ് എന്ന് പറഞ്ഞാലും എന്ന് പറയുന്നു. ഇത് കേട്ട് രാവണൻ പറയുന്നു, പൗലസ്ത്യ തനയനാം രാക്ഷസ രാജാവ് ഞാൻ, ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. പൗലസ്ത്യ തനയനായിട്ടുള്ള രാക്ഷസ രാജാവായ രാവണനാണ് ഞാൻ. ഈ 3 ലോകത്തിലും എന്നെ ആർക്കാണ് അറിയാതെയുള്ളത്? ഞാൻ കാമപീഡിതനായിട്ട് നിന്നെ കണ്ട സമയത്ത്, നിന്നെ കണ്ടത് മൂലം ഞാൻ കാമപീഡിതനായി തീർന്നിരിക്കുകയാണ്. നീ എന്നോടൊപ്പം വരണം. ലങ്കാരാജ്യം സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ ഭവതിയുടെ ദാസനായിട്ട് കഴിഞ്ഞുകൊള്ളാം. സന്യാസവേഷം ധരിച്ച് കാട്ടിൽ അലയുന്ന രാമനെ കൊണ്ട് നിനക്ക് എന്ത് സൗഭാഗ്യമാണ് നേടാനുള്ളത്? കാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് നീ അലയേണ്ട കാര്യമില്ല. ഭവതിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞാൻ. എന്നെ ഭർത്താവായിട്ട് സ്വീകരിച്ചാലല്ലയോ നിനക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും ലഭിക്കും എന്നറിഞ്ഞാലും എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് രാവണൻ്റെ ഈ നീചമായ വാക്കുകൾ കേട്ടിട്ട് സീതാദേവിക്ക് വെറുപ്പും ദേഷ്യവും ഭയവും ഒക്കെ തോന്നുന്നു. സീതാദേവി
സീതാദേവിയുടെ മുഖത്ത് ആ ഭാവവ്യത്യാസം പ്രകടമായി. എങ്കിലും ധൈര്യത്തോടുകൂടി അവനെ നോക്കിയിട്ട് പറയുകയാണ്, എടാ ദുഷ്ട, ഇത്തരം ദുർഭാഷണങ്ങളുടെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ കാരണം നിന്റെ മരണസമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേവലം അടുത്തത് മരണം നിനക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണം. ശ്രീരാമദേവനാൽ നിനക്ക് മരണം അടുത്ത് തന്നെ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നിട്ട് പറയുകയാണ്, സിംഹപത്നി ഹരിപത്നിയെ തൊട്ടുകൂടുമോ? ഹരിപത്നിയെ ശശത്തിന്, സിംഹപത്നിയെ കേവലം ഒരു മുയലിന് സ്പർശിക്കുവാൻ വേണ്ടി സാധിക്കുമോ? സിംഹത്തിൻ്റെ പത്നിയെ ഒരു മുയലിന് എങ്ങനെയാണ് ദ്രോഹിക്കാൻ വേണ്ടി സാധിക്കുക? ഇവിടെ സൂചിപ്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയായ സീതാദേവിയെ കേവലം ഒരു രാക്ഷസന് സ്പർശിക്കാനാവില്ല എന്നുള്ളതിന് ഒരു ഉപമയായിട്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, രാമബാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും. ശ്രീരാമന്റെ അമ്പേറ്റിട്ട് നീ മാറി പിളർന്ന് ഭൂമിയിൽ മരിച്ചു വീഴാനുള്ള കാരണമായിട്ട് നിന്റെ ഈ പ്രവൃത്തി കാരണം നിനക്ക് സംഭവിക്കുമെന്ന് പറയുന്നു. അപ്രകാരം സീതാദേവിയുടെ അധിക്ഷേപ വാക്കുകൾ കേട്ടിട്ട് രാവണൻ കോപാകുലനാവുന്നു. സന്യാസവേഷമെല്ലാം മാറ്റി 10 മുഖവും 20 കൈകളും അഞ്ജനാപർവ്വതം പോലെയുള്ള വലിയ ഭീമാകാരമായ രൂപവുമെല്ലാം ധരിച്ചുകൊണ്ട്, അഥവാ ആ രൂപം പ്രത്യക്ഷപ്പെടുത്തിയിട്ട് സീതാദേവിയെ നോക്കുകയാണ്. ഇത് കണ്ട് വനദേവതമാർ വരെ ഭയന്നു പോയി എന്ന് പറയുന്നു. അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. കാരണം ലക്ഷ്മണൻ വനദേവതമാരെ സങ്കല്പം ചെയ്തിട്ടാണ് സീതാദേവിയെ ഏൽപ്പിച്ചു പോന്നത്. ഇവിടെ രാവണന്റെ ഈ ക്രൂരമായ ഭീമാകാരമായ രൂപം കണ്ട സമയത്ത് വനദേവതമാർ പോലും ഭയപ്പെട്ടു അത്രേ. അതുകൊണ്ട് രാവണൻ വനദേവതമാരെ വരെ ഭയപ്പെടുത്തിയിട്ട് സീതാദേവിയെ തേരിലെടുത്ത് വെച്ച് ആകാശ മാർഗത്തിലൂടെ ലങ്കയിലേക്ക് പോകുവാൻ പുറപ്പെട്ടു. സീതാദേവി പൊട്ടിക്കരയുകയാണ്, ഹാഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാഹാ മൽ പ്രാണേശ്വര പാഹിമാം ഭയാതുരാം. സീതാദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം തനിക്കാരും തൻ്റെ സഹായത്തിന് ഇവിടെ ഇല്ല എന്നുള്ളത് സീതാദേവിക്ക് അറിയാം. ലക്ഷ്മണൻ ഇതെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ലക്ഷ്മണനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സീതാദേവിയുടെ ദുഃഖം വർദ്ധിച്ചു. ഇപ്രകാരത്തിൽ സീതാദേവിയുടെ രോദനം കേട്ടിട്ട്, കരച്ചിൽ കേട്ടിട്ട് ശ്രീരാമൻ വസിക്കുന്നതിൻ്റെ സമീപത്ത് തന്നെ വസിക്കുവാൻ വേണ്ടിയിട്ട് അനുഗ്രഹം കിട്ടിയ ജടായു സീതാദേവിയുടെ ആ നിലവിളി കേൾക്കുകയാണ്. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്ത് എത്തിനാൻ ജടായുവും. സീതാദേവിയുടെ വിലാപം കേട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ജടായു അങ്ങോട്ട് എത്തിച്ചേർന്നു. തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ. ജടായു പറയുകയാണ്, എൻ്റെ സ്വാമിയുടെ പത്നിയെ കട്ടുകൊണ്ടുപോകുന്നത് ആരാണ്? അവിടെ നിൽക്കൂ. അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നത് പോലെ. അതായത് ഒരു യാഗശാലയിൽ ഒരു നായ കടന്നു ചെന്നിട്ട് മന്ത്രം കൊണ്ട് ശുദ്ധമായ ഹോമദ്രവ്യം കട്ടുകൊണ്ടുപോകുന്നത് പോലെ. ഇവിടെ അങ്ങനെ പറയാൻ കാരണം, യാഗശാലയിൽ മന്ത്രം കൊണ്ട് ശുദ്ധമായിരിക്കുന്ന ഹോമദ്രവ്യം കൊണ്ട് നായയ്ക്ക് യാതൊരു ഗുണവുമില്ല. ഇവിടെ നായയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് രാവണനെയും ശുദ്ധമന്ത്രം കൊണ്ട് ശുദ്ധമായിരിക്കുന്ന ഹോമദ്രവ്യമായിരിക്കുന്ന സീതാദേവിയെയും ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സീതാദേവിയെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന, അപഹരിച്ചുകൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ഗർജിച്ചുകൊണ്ട് ഒരു ചിറകുള്ള പർവ്വതം പോലെ ജടായു കുതിച്ച് പൊങ്ങിയിട്ട് ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്ന രാവണന്റെ തേരിൻ്റെ സമീപത്തേക്ക് എത്തിക്കൊണ്ട് പറന്ന് സമീപത്തേക്ക് എത്തി. ജടായുവിൻ്റെ ചിറകടി കൊണ്ട് സമുദ്രം പോലും ഉയർന്നു പൊങ്ങിയെന്ന് പറയുന്നു. പർവ്വതങ്ങളൊക്കെ വിറച്ചു. കാൽനഖങ്ങൾ കൊണ്ട് രാവണന്റെ കൈകളിലിരുന്ന ആയുധങ്ങൾ ദൂരെ തെറിപ്പിച്ചു. ജടായു തൻ്റെ ചുണ്ടുകൾ കൊണ്ട് തേരും തകർത്ത് കുതിരകളെ കൊന്നു. ഇതെല്ലാം കണ്ട് രാവണനാകെ പരിഭ്രമിച്ചു. നിവൃത്തിയില്ല എന്നായപ്പോൾ ദേവിയെ ഭൂമിയിൽ നിർത്തിയിട്ട് ശിവൻ നൽകിയിട്ടുള്ള ചന്ദ്രഹാസം എന്ന വാളുകൊണ്ട് ജടായുവിൻ്റെ ചിറകുകൾ രണ്ടും അരിഞ്ഞു വീഴ്ത്തി. ആ പക്ഷിശ്രേഷ്ഠൻ
അവശനായിട്ട് ഭൂമിയിൽ വീഴുന്നു. രാവണൻ ആശ്വാസമായി. അവൻ ദേവിയെ മറ്റൊരു തേരിലേറ്റിയിട്ട്, രാവണൻ മറ്റൊരു തേര് കൊണ്ടുവന്ന് അതിൽ സീതാദേവിയെ കയറ്റിയിട്ട് ലങ്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചു. ജടായു താഴെ വീണ് കഴിഞ്ഞപ്പോൾ സീതാദേവി അതീവ ദുഃഖം പൂണ്ടുകൊണ്ട് കരയുന്നു. സീതാദേവി പറയുന്നു, ഇനി തന്നെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് മനസ്സിലായി. ജടായുവിന് സീതാദേവി ഒരു അനുഗ്രഹം കൊടുക്കുന്നു. ഭർത്താവിനെ കണ്ട് തൻ്റെ വാർത്തകളൊക്കെ എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് അറിയാതെയാണ് രാമൻ ഈ ഭൂമിയിലുള്ളത്. തനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതെങ്കിലും രാമനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് ജടായുവിനെ ചുമതലയേൽപ്പിക്കുന്നു. ശ്രീരാമനോട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ നിന്റെ ജീവൻ പോവുകയുള്ളൂ എന്ന് ദേവി ജടായുവിന് വരം നൽകി. സീതാദേവി നിലവിളിക്കുകയാണ്, അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തു ഭർത്താവേ? അല്ലയോ രാമ, നീ എന്നെ എന്തിനാണ് ഉപേക്ഷിച്ചത്? രക്ഷിതാവായിട്ട് എനിക്കിപ്പോൾ ആരുമില്ലല്ലോ. ലക്ഷ്മണ, നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ. അല്ലയോ ലക്ഷ്മണ, ഞാൻ നിന്നോട് ഒരുപാട് പരുഷവാക്കുകൾ പറഞ്ഞുവല്ലോ. രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ, രാമ രാമ ആത്മാരാമ ലോകാഭിരാമ. ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം. ഭൂമിദേവി, എൻ്റെ അമ്മയായിരിക്കുന്ന ഭൂമിദേവി എന്നെ ഉപേക്ഷിച്ചു. സഹോദരനായ ലക്ഷ്മണൻ ഉപേക്ഷിച്ചു. ലക്ഷ്മണനോട് ഞാൻ പരുഷവാക്കുകൾ ചൊല്ലി. ശ്രീരാമ ഭർത്താവെ, അങ്ങും എന്നെ ഉപേക്ഷിച്ചു. പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊന്ന് ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളണമേ. ഈ രാക്ഷസന്മാരെന്നെ ഭക്ഷിക്കുന്നതിന് മുമ്പ്, എന്നെ കൊന്നു തിന്നുന്നതിന് മുമ്പ് അല്ലയോ എന്നെ രക്ഷിക്കണമേ തുടങ്ങി ആർത്തനാദങ്ങൾ കൊണ്ട് സീതാദേവി വിലപിക്കുകയാണ്. ഈ സീതാദേവിയുടെ നിലവിളി കൊണ്ട്, ആർത്തലാപങ്ങൾ കൊണ്ട്, ആ വിലപിക്കുന്ന ശബ്ദം കേട്ട് ശ്രീരാമനെങ്ങാനും വളരെ പെട്ടെന്ന് എത്തിയാലോ എന്ന് കരുതിയിട്ട് രാവണൻ അതിവേഗത്തിൽ തേരോടിച്ചു പോകുന്നു. ആകാശത്തിലൂടെ രാവണൻ സീതാദേവിയെയും കൊണ്ട് പോകുന്ന സമയത്ത് സീതാദേവി ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വിലപിച്ചുകൊണ്ട് രാമനെ എങ്ങാനും കാണുന്നുണ്ടോ, ലക്ഷ്മണനെ കാണുന്നുണ്ടോ എന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു വലിയ മലയുടെ മുകളിൽ 5 വാനരന്മാർ ഇരിക്കുന്ന കാഴ്ച കണ്ടു. ദേവി തൻ്റെ ഉത്തരീയത്തിൽ തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ച് ആ മേൽമുണ്ടിൻ്റെ ഒരു ഭാഗം കീറിയെടുത്ത് അതിൽ കെട്ടി. മനസ്സുകൊണ്ട് ഇത് രാമചന്ദ്രന്, ഭഗവാൻ ശ്രീരാമചന്ദ്രന്, തൻ്റെ ഭർത്താവിന് കാണുവാനുള്ള ഇടയുണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സ്വർണം അഥവാ ആ ആഭരണങ്ങൾ കെട്ടിയ കിഴി ആ പഞ്ചവാനരന്മാരുടെ മധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തു. രാമൻ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ലങ്കയിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടും തേരോടിക്കുകയായിരുന്ന അഥവാ തേരിലിരിക്കുകയായിരുന്ന രാവണൻ ഈ സംഭവങ്ങളൊന്നും തന്നെ ആ സമയത്ത് അറിഞ്ഞില്ല. അപ്രകാരം രാവണൻ ആകാശമാർഗത്തിലൂടെ കടൽ കടന്ന് തൻ്റെ രാജധാനിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അന്തപുരങ്ങളുടെ മധ്യഭാഗത്തുള്ള അശോകവനിയിൽ മഹാശോക കാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാ തരുമൂലേ, ശിംശപാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുകനെന്നുറപ്പിച്ച് തൻ്റെ വസ്ത്യമുൾപ്പുക്കു വസിച്ചിടിനാൻ. അന്തപുരങ്ങളുടെ മധ്യഭാഗത്തുള്ള അശോക വനത്തിൽ വലിയ ഒരു ശിംശപാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദേവിയെ ഇരുത്തി ചില രാക്ഷസ സ്ത്രീകളെ ദേവിയുടെ കാവലിന് ഏർപ്പാട് ചെയ്തിട്ട് രാവണൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി, തൻ്റെ അന്തപുരത്തിലേക്ക് പോയി. രാവണൻ പോയ ശേഷവും സീതാദേവി സദാ രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, മനസ്സിൽ സദാസമയം രാമനെ ധ്യാനിച്ചുകൊണ്ട് രാമനാമം ഉരുവിട്ടുകൊണ്ട് കഴിഞ്ഞു. രാമനെ മാത്രം ചിന്തിച്ച് രാമനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തലമുടിയും വസ്ത്രങ്ങളും എല്ലാം തന്നെ മലിനമായതുപോലും സീതാദേവി ശ്രദ്ധിച്ചിട്ടില്ല. ആഹാരവും കഴിക്കാതെ ജലവും കുടിക്കാതെ രാക്ഷസികളുടെ നടുവിൽ ദുഃഖിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ്. അവസാനം പറയുന്നു, സങ്കടം, മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ മായാബന്ധം കൊണ്ടുള്ള ദുഃഖം ആർക്കാണ് ഇല്ലാത്തത്? ഇവിടെ ഭഗവതിയായിരിക്കുന്ന മഹാലക്ഷ്മിയായിരിക്കുന്ന ദേവിക്ക് പോലും
ദുഃഖം ഭൂമിയിൽ സഹിക്കേണ്ടി വരുന്നു മനുഷ്യജന്മം എടുത്തത് കൊണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, മനുഷ്യജന്മത്തിൽ മായാബന്ധം കൊണ്ടുള്ള ദുഃഖം ആർക്കും ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്രകാരമാണ് ലങ്കയിൽ നടക്കുന്ന വിശേഷങ്ങൾ. അതേസമയത്ത് മാരീചനെ നിഗ്രഹിച്ച് തിരികെ തൻ്റെ പർണശാലയിലേക്ക് വരുന്ന രാമൻ വേഗത്തിൽ തൻ്റെ പർണശാലയിലേക്ക് സീതാദേവിയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നും ലക്ഷ്മണൻ വരുന്ന കാഴ്ച കണ്ടു. ലക്ഷ്മണൻ വരുന്നത് കണ്ട് രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. രാമൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ലക്ഷ്മണൻ ഏതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. ലക്ഷ്മണൻ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്തായാലും തത്കാലം ഇവനെ വഞ്ചിക്കുകയേ നിവൃത്തിയുള്ളൂ. രക്ഷോ നായകൻ കൊണ്ടുപോയത് മായാസീത, ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അതായത് ലക്ഷ്മണന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി ശ്രീരാമൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. രക്ഷോനായകൻ അഥവാ രാവണൻ കൊണ്ടുപോയത് മായാസീതയെ ആണ് എന്നും ലക്ഷ്മി ദേവിയെ ആർക്കും കൊണ്ടുപോകാൻ സാധിക്കുകയുമില്ല എന്നുള്ള യാഥാർത്ഥ്യം, പരമാർത്ഥം ലക്ഷ്മണന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ചേ മതിയാകൂ. അല്ലെങ്കിൽ അതുപോലെ പറയുന്നു, അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. യഥാർത്ഥത്തിലുള്ള സീതാദേവി അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ലക്ഷ്മണൻ അറിയാൻ പാടില്ല. കാരണം അറിഞ്ഞാൽ തൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് രാവണവധത്തിന് വേണ്ടിയിട്ടുള്ള കാരണമായ സീതാദേവിയെ അപഹരിച്ച ആ വിഷയത്തെ ലക്ഷ്മണൻ നിസാരമായിട്ട് കാണും. രാവണവധത്തിനുള്ള ശൗര്യം അത് കുറയ്ക്കും. അതുകൊണ്ട് ലക്ഷ്മണനെ അത് അറിയിക്കേണ്ടതില്ല എന്ന് ശ്രീരാമൻ മനസ്സിൽ ചിന്തിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ. പ്രാകൃതന്മാരെ പോലെ, സാധാരണ മനുഷ്യരെ പോലെ ഞാനും ദുഃഖിക്കുകയേ നിവൃത്തിയുള്ളൂ. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ. സീതാദേവിയെ അന്വേഷിച്ച് വേണം എനിക്ക് രക്ഷോനായകന്റെ അഥവാ രാവണന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ, എന്നിട്ട് വേണം രാവണനെ കുലത്തോടുകൂടി വധിക്കുന്നതിന്. അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക് വൈകാതെ. അതിനുശേഷം രാവണനെ കുലത്തോടുകൂടി മുടിച്ചതിന് ശേഷം അഗ്നിമണ്ഡലത്തിൽ വസിക്കുന്ന സീതാദേവിയെ തീർച്ചയായിട്ടും കൈക്കൊണ്ട് അയോധ്യയ്ക്ക് വരുവാനും സാധിക്കും. പിന്നെ അക്ഷയധർമ്മമോട് രാജ്യത്തെ വഴിപോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. അതിനുശേഷം രാവണവധത്തിന് ശേഷം അഗ്നിമണ്ഡലത്തിൽ മറഞ്ഞിരിക്കുന്ന സീതാദേവിയെ കൊണ്ടുവന്ന് അയോധ്യയിൽ എത്തിച്ചേർന്ന് അവിടെ രാജ്യഭാരം ഏറ്റെടുത്ത് അല്പകാലം ഭൂമിയിൽ സന്തോഷത്തോടുകൂടി വസിക്കാം. ഇത് രാമൻ ലക്ഷ്മണന്റെ വരവ് കണ്ട സമയത്ത് തന്നെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നും ഭിക്ഷുവായിട്ട് ഇത്തരത്തിൽ രാവണൻ വരുമെന്ന് നേരത്തെ തന്നെ സീതാദേവിയോട് പറഞ്ഞത് നമ്മൾ കണ്ടു. അതുകൊണ്ട് മായാസീതയെ പർണശാലയിൽ നിർത്തിയത് നമ്മൾ കണ്ടു. അതേ പ്രകാരം തന്നെ രാവണൻ ഭിക്ഷുവിന്റെ അഥവാ ഒരു സന്യാസിയുടെ വേഷം ധരിച്ചു വന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. ഇതെല്ലാം രാമൻ അറിയാമെങ്കിലും ലക്ഷ്മണൻ ഇതൊന്നും ഇപ്പോൾ അറിയേണ്ടതില്ല എന്നുള്ള ചിന്താഗതി ഉണ്ടാക്കുന്നത് തൻ്റെ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ. അതുകൊണ്ട് ഇവനെയും വഞ്ചിച്ച് ജീവിക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാകൃത പുരുഷന്മാരെ പോലെ, യാതൊരു തത്വബോധവുമില്ലാത്ത സാധാരണക്കാരെ പോലെ ദുഃഖിക്കുക തന്നെ വേണമെന്ന് ശ്രീരാമൻ മനസ്സിൽ ചിന്തിക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ? അല്ലയോ ലക്ഷ്മണ, പർണശാലയിൽ ആരാണ് സീതയ്ക്ക് തുണയുള്ളത്? എന്തിനിങ്ങോട്ട് പോന്നു? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസ അവളെയും കൊണ്ടുപോകുകയോ കൊന്ന് ഭക്ഷിച്ചു കളയുകയോ കണ്ടകജാതികൾക്ക് എന്തോന്ന് അരുതാത്തതോർത്താൽ. അല്ലയോ ലക്ഷ്മണ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സീതാദേവിക്ക് അവിടെ ആരാണ് തുണയുള്ളത്? ആ കാട്ടിൽ രാക്ഷസന്മാർ അവളെ പിടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. നീ ഇങ്ങോട്ട് വരാൻ കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു, അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തു. ശ്രീരാമന്റെ സമീപത്ത് ലക്ഷ്മണൻ നിൽക്കുകയും ഗദ്ഗദ വർണ്ണത്തോടുകൂടി വിവശനായിട്ട് ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടിയിട്ട് പറയുകയാണ്, ദുർഗ്രഹ വചനങ്ങൾ ബാഷ്പവും തൂകി തൂകി കണ്ണുനീരോടുകൂടിയിട്ട് തനിക്കുണ്ടായ ദുഃഖം ജ്യേഷ്ഠനോട് പറയുകയാണ്. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ. അതായത് മാരീചൻ രാമന്റെ അമ്പയേറ്റ സമയത്ത് ലക്ഷ്മണനെ വിളിച്ചുകൊണ്ട്, അല്ലയോ ജ്യേഷ്ഠ, അങ്ങയുടെ ശബ്ദത്തിൽ കരയുന്നത് കേൾക്കേണ്ടായി. അത് കേട്ട സമയത്ത്
സീതാമാതാവ് പറഞ്ഞു, രാമന് അപകടം സംഭവിച്ചിരിക്കുന്നു, നീ പോയി സഹായിച്ചാലുമെന്ന് പറഞ്ഞു. ഞാൻ സീതയോട് പറഞ്ഞു, സീതാമാതാവേ, എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയുള്ള ആർത്തനാദങ്ങൾ ഉണ്ടാവുകയില്ല, ആരെ കൊണ്ടും രാമനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പലവുരു ചൊന്നേൻ, ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വര, ചിത്തമോഹവും വേണ്ട, സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമാണ്, ഇത് രാക്ഷസന്റെ മായാഭാഷിതമാണെന്ന് നൂനം കാൽക്ഷണം പൊറുക്കെന്ന് ഞാൻ പലവുരു ചൊന്നേൻ, ഒരു അല്പസമയം ഒന്ന് കാത്തിരിക്കുമെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. എന്നത് കേട്ട് ദേവി പിന്നെയും മുര ചെയ്താൾ എന്നോട്. അത് കേട്ടിട്ട് ദേവി എന്നോട് പറഞ്ഞു, പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അവയെല്ലാം ഇപ്പോൾ നിന്ദിന് മുമ്പിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ അതൊക്കെ എനിക്ക്, അല്ലയോ ജ്യേഷ്ഠ, അങ്ങയുടെ മുമ്പിൽ പറയുവാൻ വിഷമമുണ്ട്. അത്രയ്ക്കും ഭീതിതമായ, അത്രയ്ക്കും വേദനിപ്പിക്കുന്ന വാക്കുകളാണ് സീതാമാതാവ് എന്നോട് പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ദുഃഖത്തോടുകൂടി കർണങ്ങൾ പൊത്തിക്കൊണ്ട്, എൻ്റെ ചെവികൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ച് ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി ദേവകളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടിപ്പോൾ അങ്ങയെ കാണുവാൻ വേണ്ടി വന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, എങ്കിലും പിഴച്ചത് പോന്നത് സൗമിത്രേ, എങ്കിലും സുമിത്ര തനയ ലക്ഷ്മണ, നീ ചെയ്തത് ശരിയായില്ല. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ, ദുർവാക്കുകൾ കേട്ടാൽ ഒരിക്കലും സംശയമുണ്ടാവാൻ പാടില്ല. യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്നു നീ അറിയുന്നതില്ലേ. സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് അത് ശരിയാണെന്ന് ചിന്തിക്കുന്നവര് മൂഢന്മാരാണ് എന്ന് നീ മനസ്സിലാക്കുന്നില്ലേ. ഇവിടെ സ്ത്രീകളുടെ വാക്കെന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളവരാണ് എന്നാണ് പറയുന്നത്. ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനം, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. പക്ഷെ പൊതുവെ പുരുഷന്മാരെക്കാൾ ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന സ്ത്രീകളാണ്. അവർക്ക് ആ സമയത്തെ വികാരങ്ങളെ അടക്കി നിർത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ രാമൻ പറയുന്നത്. അല്ലാതെ അതിനൊരു ഫെമിനിസമായിട്ടൊന്നും അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്നും ചിന്തിക്കേണ്ടതില്ല. ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സാവകാശം പൊതുവെ സ്ത്രീജനങ്ങൾക്ക് കുറവാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതാണ് രാമൻ പറയുന്നത്. സ്ത്രീകളുടെ വാക്ക് അതേപടി വിശ്വസിച്ച് അതേപടി കേട്ടിട്ട് പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നവർ മൂഢന്മാരാണ് എന്ന് നിനക്കറിയില്ലേ, ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നില്ലേ. അവർ പറയുമ്പോൾ അവരുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അതിനൊന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ നീ പ്രവർത്തിക്കാൻ എന്നാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. എന്നിട്ട് പറയുന്നു, രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. രാവണന്മാർ, രാക്ഷസന്മാർ എൻ്റെ സീതയെ കൊണ്ടുപോയോ ഭക്ഷിച്ചു കളഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ രാമലക്ഷ്മണന്മാർ പർണശാലയിലേക്ക് പ്രവേശിക്കുന്നു. പർണശാലയുടെ അകത്ത് പരിശോധിക്കുന്നു. അവിടെ എല്ലായിടത്തും പരിശോധിക്കുന്നു. ഹാ ഹാ വല്ലഭേ സീതേ, ഹാ ഹാ മൈഥിലി നാഥേ, ഹാ ഹാ ജാനകി ദേവി, ഹാ ഹാ മാൽ പ്രാണേശ്വരി, എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ, നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. സീതാദേവിയെ പർണശാലയിൽ എവിടെയും കാണാതെ ശ്രീരാമൻ ദുഃഖത്തോടുകൂടി പറയുകയാണ്, അല്ലയോ സീതേ, നീ എന്നെ കളിപ്പിക്കുന്നതിന് ഒളിച്ചിരിക്കുകയാണോ? നീ ദയവ് ചെയ്ത് പുറത്തു വന്നാലും എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കല്ലേ, എവിടെയാണ് നീ മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അവിടെ എവിടെയും കാണാതെ ദുഃഖത്തോടുകൂടി ശ്രീരാമൻ ആ കാട്ടിലൂടെ സീതാദേവിയെ വിളിച്ചുകൊണ്ട് അലയുകയാണ്. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. അല്ലയോ വനദേവതമാരെ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടുവോ? മൃഗസഞ്ചയങ്ങളെ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടുവോ? പക്ഷി സഞ്ചയങ്ങളെ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടുവോ? വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടുവോ? ഇങ്ങനെ ഓരോരുത്തരോടും വൃക്ഷലതാദികളോടും വനദേവതമാരോടും പക്ഷികളോടും മൃഗങ്ങളോടും എന്ന് വേണ്ട എല്ലായിടത്തും സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും എൻ്റെ സീതയെ കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ വനത്തിലൂടെ രാമൻ ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാണ്. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. ഇവിടെ പറയുന്നു, എല്ലാം കാണുന്നവനും എല്ലാം അറിയുന്നവനും എങ്ങും വ്യാപിച്ചു നിൽക്കുന്നവനും എല്ലാറ്റിനും ഈശ്വരനുമായിരിക്കുന്ന രാമൻ. കാരണം ഇതേ രാമനാണ് നേരത്തെ പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നതെല്ലാം. അതെല്ലാം അറിഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആ രാമൻ ദുഃഖത്തോടു കൂടിയിട്ട് നടക്കുന്നത് കാണുമ്പോൾ ഇവിടെ രാമായണത്തിൽ പറയുകയാണ്, പരമാത്മസ്വരൂപനായ ഭഗവാന് ദുഃഖം എവിടെയിരിക്കുന്നു? തത്വജ്ഞന്മാർക്ക് അജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് സുഖദുഃഖ ഭേദങ്ങളുള്ളത്. ഇവിടെ രാമന് സുഖദുഃഖ ഭേദങ്ങളില്ല. പക്ഷേ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട്, കാരണത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ ഇത്തരത്തിൽ പ്രകടിതമാകുന്നത് എന്ന് സുവ്യക്തം. അപ്രകാരം
ശ്രീരാമദേവൻ സീതാദേവിയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു തേര് ഉടഞ്ഞ് വീണ് കിടക്കുന്നത് കാണുകയാണ്. തേരഴിഞ്ഞുടഞ്ഞ് വീണ് ആകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടെ കിടക്കുന്നത്. അമ്പും വില്ലുമെല്ലാം സമീപത്തുണ്ട്. ഒരു തേര് ഉടഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഭിന്നമായ ഒരു രഥം കാണടോ കുമാരാ, നീ തകർന്നു കിടക്കുന്ന ഒരു തേര് അല്ലയോ ലക്ഷ്മണ, നീ കണ്ടില്ലേ? ഇതെനിക്ക് തോന്നുന്നത് സീതാദേവിയെ കൊണ്ടുപോകുമ്പോൾ, ഒരു രാക്ഷസൻ സീതാദേവിയെ കൊണ്ടുപോകുമ്പോൾ മറ്റൊരു രാക്ഷസൻ വന്ന് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അവർ തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അങ്ങനെ തകർന്നു വീണ ഒരു തേരാവാനാണ് സാധ്യത എന്ന് പറയുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് തൊട്ടു മുമ്പിൽ ഘോരമായ ഒരു രൂപം കാണാൻ സാധിച്ചത്. ജാനകി തന്നെ തിന്ന് തൃപ്തനായൊരു യാതുദാനനി കിടക്കുന്നത് അത്ര നീ കണ്ടില്ലയോ? അല്ലയോ ലക്ഷ്മണ, ഒരു ഭീകര രൂപം ഇതായി ഇവിടെ കിടക്കുന്നു. എൻ്റെ സീതയെ ഭക്ഷിച്ചതിന് ശേഷം സംതൃപ്തനായിട്ട് കിടക്കുന്ന ഒരു ഭീകരനാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ വില്ലും അമ്പും ഇങ്ങ് തരൂ, ഞാൻ അവനെ വധിക്കട്ടെ എന്ന് ശ്രീരാമൻ ദുഃഖത്തോടുകൂടി ക്രോധത്തോടുകൂടി പറയുന്നു. ഇത് കേട്ട് പൊട്ടുന്ന ഹൃദയത്തോടുകൂടി, വേദനാജനകമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയിട്ട് പക്ഷിരാജനായ ജടായു, ആ കിടക്കുന്നത് ജടായുവായിരുന്നു. ആ ജടായു പറയുന്നു, വദ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ. അല്ലയോ രാമ, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല, അങ്ങയുടെ ദാസനായ ജടായുവാണ്. അങ്ങയുടെ പിതാവിന്, തവ താതന് വിശേഷിച്ചും എത്രയും ഇഷ്ടനായിട്ടുള്ള ജടായുവാണ് ഞാൻ. ദുഷ്ടനായ ദശമുഖൻ രാവണൻ നിന്റെ പത്നിയായ സീതയെ കട്ടുകൊണ്ടുപോകുന്നത് കണ്ടിട്ട് ആകാശത്ത് വെച്ച് ഞാനത് തടുത്തു, അവനോട് യുദ്ധം ചെയ്തു, അവനെ തടുത്തു നിർത്തി, അവൻ്റെ വില്ലും അമ്പുമെല്ലാം പൊട്ടിച്ചു കളഞ്ഞു, തേരും തകർത്ത് കളഞ്ഞു. ആ സമയത്ത് അവൻ ചന്ദ്രഹാസം കൊണ്ട് എൻ്റെ ചിറകുകളെ അരിഞ്ഞു കളഞ്ഞു. ഞാൻ വേദനയോടുകൂടി ഭൂമിയിൽ ഇപ്പോൾ വീണ് കിടക്കുകയാണ്. ആ സമയത്ത് അങ്ങയുടെ പത്നിയായ സീതാമാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നു. നിൻ തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായക, നിന്നെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ചതിന് ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് ഞാൻ ഭഗവതിയിൽ നിന്നൊരു വരം നേടി. തൃക്കൺ പാർക്കണം എന്നെ കൃപയാ കൃപാനിധേ. അല്ലയോ രാമ, അങ്ങയുടെ തൃപാദങ്ങൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ വിളങ്ങുവാനുള്ള അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരത്തിൽ ജടായുവിൻ്റെ വാക്കുകൾ കേട്ട ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു പോകുന്നു. ഭഗവാൻ അത്രത്തോളം ആർദ്രമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് ജടായുവിൻ്റെ സമീപത്ത് ചെന്നിരുന്നു. തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാൻ അവനുടൽ. ശ്രീരാമൻ തൻ്റെ കൈകൾ കൊണ്ട് ജടായുവിൻ്റെ ശരീരത്തിൽ തലോടി. എന്നിട്ട് പറയുന്നു, ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീയെല്ലാം. അല്ലയോ ഉത്തമ, അല്ലയോ ശ്രേഷ്ഠനായവനെ, നീ എൻ്റെ ഭാര്യയുടെ വൃത്താന്തങ്ങളൊക്കെ എന്നോട് പറഞ്ഞാലും. അത് കേട്ട് ജടായു പറയുന്നു, രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശ കൊണ്ടുപോയാനെന്നറിഞ്ഞാലും, രക്ഷോ നായകനായ രാവണൻ സീതാദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്ന് അവിടുന്ന് മനസ്സിലാക്കിയാലും ചൊല്ലുവാനില്ല ശക്തി, മരണപീഡയാലെ അധികം എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. നല്ലത് വരുവതിനായി അനുഗ്രഹിക്കണം. നിൻ തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകയാൽ അഹമലയോ രാമ, നല്ലത് വരുന്നതിനായിട്ട് എന്നെ അനുഗ്രഹിക്കണം. രാക്ഷസരാജാവായ രാവണൻ ദേവിയെ ദക്ഷിണ ദിക്കിലേക്ക്, തെക്കേ ദിക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മരണപീഡയാൽ എനിക്കധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്നെ അനുഗ്രഹിക്കണം. അങ്ങയെ കണ്ടുകൊണ്ട് തന്നെ മരിക്കാനിടയായത് അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനാൽ ഞാനിപ്പോൾ മുക്തനായി ഭവിച്ചു കഴിഞ്ഞു. അല്ലയോ ശ്രീരാമ ഭഗവാനെ, അങ്ങ് ഞാൻ മരിക്കാൻ പോകുന്ന ഈ സമയത്ത് എൻ്റെ ശരീരത്തെ അങ്ങയുടെ തൃക്കൈകൾ കൊണ്ടൊന്ന് സ്പർശിക്കണം. എങ്കിലെനിക്ക് പരിശുദ്ധമായ അങ്ങയുടെ പദത്തിലേക്ക് ലയിക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമാണ് എനിക്കൊരു അപേക്ഷയുള്ളൂ എന്ന് ജടായു രാമനോട് പറയുന്നു. അത് കേട്ട് ശ്രീരാമൻ ഇന്ദിരാപതി അത് കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നീടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും. ശ്രീരാമൻ ആ പക്ഷിശ്രേഷ്ഠന്റെ ശരീരത്തിൽ തൻ്റെ തൃക്കൈകൾ കൊണ്ട് പതിയെ തലോടുന്ന സമയത്ത് ശ്രീരാമനെ നോക്കി
ആ നോക്കിക്കൊണ്ട് ആനന്ദപരവശനായിട്ട് ജടായു തൻ്റെ പ്രാണനെ വെടിയുന്നു. ശ്രീരാമൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്ത് ഉത്സംഗ സീമ്നി ചേർത്തു. കണ്ണീരോടുകൂടിയിട്ട് ശ്രീരാമൻ ജടായുവിനെ തൻ്റെ മടിയിൽ, ജടായുവിൻ്റെ ശിരസ് തൻ്റെ മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് കണ്ണുനീരോടുകൂടിയിട്ട് തൻ്റെ പിതാവിൻ്റെ സുഹൃത്തായ ആ ജടായുവിൻ്റെ ശരീരത്തെ ഒന്ന് നോക്കി. അതിനുശേഷം ലക്ഷ്മണനോട് പറയുന്നു, വേഗത്തിൽ ഒരു ചിത തയ്യാറാക്കൂ, കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് നല്ലൊരു ചിത തീർത്ത് കൂട്ടണം, അഗ്നി സംസ്കാരത്തിന് വൈകിടാതെ. അല്ലയോ ലക്ഷ്മണ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചിതയൊരുക്കൂ, സംസ്കാരം ചെയ്യുന്ന ഈ ശരീരത്തെ സംസ്കാരം ചെയ്യുന്നതിന് അഗ്നി കൂട്ടൂ എന്ന് പറയുന്നു. ലക്ഷ്മണൻ യഥാവിധി ചിത തീർത്ത് കുളിച്ച് വന്ന് ശവസംസ്കാരം ചെയ്യുന്നു. ചെയ്ത ശേഷം വീണ്ടും കുളിച്ച് ഉദക ക്രിയാദികളെല്ലാം നിർവഹിച്ചു. പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെ വധിച്ച് മാംസത്തിൻ്റെ അല്ലെങ്കിൽ മാംസഗണ്ഡം കൊണ്ട് പിണ്ടാധാനം ആചരിച്ചു. അവയെല്ലാം മറ്റ് പക്ഷികൾ ഭക്ഷിക്കുമ്പോൾ പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും അതെല്ലാം കൊണ്ട് ഈ ജടായുവിൻ്റെ ആത്മഗതിക്ക് പൂർണ്ണത ഭവിക്കട്ടെ എന്ന് ശ്രീരാമൻ സങ്കല്പിക്കുന്നു. അന്നേരം വിമാനമാരൂഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും. ആ സമയത്ത് ആകാശത്തിൽ വൈഷ്ണവരൂപം പ്രാപിച്ച ജടായുവിനെ കാണുന്നു. വിഷ്ണു പാർഷദന്മാരാൽ സേവിതനായി ആകാശത്തിൽ വിമാനസ്ഥിതനായിട്ട് ജടായു കാണപ്പെട്ടു. അതിനുശേഷം ജടായു അവിടെ നിന്നുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കുകയാണ്. അതാണ് ശ്രേഷ്ഠമായ ജടായു സ്തുതി. ജടായു സ്തുതി ആരംഭിക്കുന്നത് അഗണ്യഗുണം ആദ്യം അവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം എന്നാണ്. അത്തരത്തിൽ വിവിധ നാമങ്ങളെ കൊണ്ട് സർവ്വലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നവനായിട്ടുള്ള ശ്രീരാമനെ ഞാൻ നമസ്കരിക്കുന്നു. ആദ്യനും പരമാത്മസ്വരൂപനമായ രാമനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. കാർമേഘത്തിൻ്റെ നിറത്തോടുകൂടി വിളങ്ങുന്ന രാമനെ ഞാൻ നമസ്കരിക്കുന്നു. തുടങ്ങി ഒട്ടനവധി നാമങ്ങളെ കൊണ്ട്, വർണ്ണനകളെ കൊണ്ട് ശ്രീരാമനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ് ജടായു. അപ്രകാരം ആ ജടായു സ്തുതി ഒരുപാടുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ടതും അതിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കേണ്ടതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശദമായിട്ടൊരു പഠനം നമുക്ക് ഈ ഒരു കലാംശത്തിന് സാധ്യമല്ലാത്തത് കൊണ്ട് വിവിധ നാമങ്ങളെ കൊണ്ട്, ഭഗവാന്റെ ഗുണങ്ങളെ കൊണ്ട്, തത്വങ്ങളെ കൊണ്ട് ജടായു രാമനെ സ്തുതിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്രകാരം ഭക്തിസാന്ദ്രമായ ഈ സ്തോത്രം കേട്ട് ഭഗവാൻ ജടായുവിനോട് പറയുന്നു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. നീ വിഷ്ണുപദം പ്രാപിക്കുക തന്നെ ചെയ്യും. നീ വിഷ്ണുപദം പ്രാപിച്ചാലും എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരുവൻ ജടായു സ്തുതി എന്ന ഈ സ്തോത്രം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ അവരും നിന്നെ പോലെ തന്നെ സാരൂപ്യമുക്തി, എൻ്റെ രൂപം കൊണ്ട് രൂപം നേടിയിട്ടുള്ള മുക്തി അഥവാ രൂപത്തെ ദർശിച്ചുകൊണ്ടുള്ള മുക്തി തീർച്ചയായിട്ടും അവനും ലഭിക്കും എന്ന് ജടായുവിനെ അനുഗ്രഹിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവ് പോലും പൂജിക്കുന്ന വിഷ്ണുപദത്തെ ജടായു പ്രാപിക്കുന്നു. തീർച്ചയായിട്ടും ജടായു സ്തുതി വളരെ ശ്രേഷ്ഠമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. നിത്യവും ജടായു സ്തുതി കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് പോലും അത്രത്തോളം പ്രാരബ്ധങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് സന്മാർഗത്തിലേക്ക്, ധർമ്മത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. അതിനുശേഷം ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി ചേർന്ന് സീതാന്വേഷണം തുടരുകയാണ്. വനത്തിലൂടെ അതീവ ദുഃഖത്തോടുകൂടി ഓരോ ദിക്കിലും സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഭീകരമായിട്ടുള്ള ഒരു സത്വത്തെ ശ്രീരാമൻ കാണുന്നു. വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ല, എന്തൊരു സത്വമിതം. ഒരു സത്വത്തെ ശ്രീരാമൻ കാണുന്നു. ആ സത്വത്തിന്റെ രൂപം കണ്ടുകൊണ്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു, അല്ലയോ അനുജ, ഇത് നോക്കൂ, ഒരു ഭീകര ജന്തുവിനെ മുമ്പിൽ കാണുന്നു. ആ ഭീകര ജന്തുവിനെ നോക്കും തോറും ഭയം വർദ്ധിക്കുകയാണല്ലോ ചെയ്യുന്നത്. കാരണം അതിൻ്റെ മുഖം നെഞ്ചത്താണ്,
കൈകൾക്ക് ഏകദേശം 1 യോജന നീളമുണ്ട്. കണ്ണ് മുതലായിട്ടുള്ള അവയവങ്ങൾ കാണുവാൻ തന്നെയില്ല. ഇതൊരു പക്ഷിയല്ല, മൃഗമല്ല, കാലും തലയുമില്ല. ഇങ്ങനെയുള്ള ഈ ഭീകര സത്വം നമുക്ക് മുമ്പിൽ ഇതാ വന്നു നിൽക്കുന്നു. അതിനെ കാണും തോറും ഭയം വർദ്ധിക്കുന്നു. ഈ രാക്ഷസന്റെ കൈക്കുള്ളിൽ കിടന്ന് നാം മരിക്കേണ്ടി വരുമെന്ന് പോലും തോന്നുന്നു. രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവും കാണുന്നില്ല. എന്തായാലും വിധി പോലെ വരട്ടെ എന്ന് രാമൻ പറയുന്നു. കാലും തലയുമില്ലാത്ത, നെഞ്ചിൽ ശിരസ്സുള്ള, കണ്ണില്ലാത്ത, എന്നാൽ യോജന നീളത്തിലുള്ള കൈകൾ മാത്രമുള്ള ഒരു ഭീകര സത്വമാണ് അത്. ഇത് കേട്ട ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നു, ദുഃഖിക്കേണ്ട കാര്യമില്ല. 2 കരങ്ങൾ അതിനുണ്ട്. ഒരു കരം അങ്ങ് ഛേദിക്കൂ, ഒരു കരം ഞാൻ ഛേദിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ദക്ഷിണഭുജം രാമനും ഛേദിച്ചു, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചു. ലക്ഷ്മണൻ ഇടത് കൈയും രാമൻ വലത് കൈയും മുറിച്ചു. രക്ഷോവീരനും ആ രാക്ഷസൻ അത് കണ്ടിട്ട് വിസ്മയത്തോടു കൂടിയിട്ട് രാമലക്ഷ്മണന്മാരോട് ചോദിക്കുകയാണ്, മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരുമുണ്ടായില്ല ഇതിൻ കീഴിൽ. ഇതിനു മുമ്പ് എൻ്റെ കൈകളെ മുറിക്കുവാൻ, ഛേദിക്കുവാൻ ശക്തിയുള്ളവരായിട്ട് ആരും തന്നെ ഈ ലോകത്തുണ്ടായിരുന്നില്ല. അത്ഭുതകാരന്മാരായിട്ടുള്ള നിങ്ങൾ, സൽപുരുഷന്മാരായിട്ടുള്ള നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞാലും ഈ ഘോര കാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്ത് എന്ന് നിങ്ങൾ ചൊല്ലണം. നിങ്ങൾ ആരാണ് എന്നും ഈ കൊടുങ്കാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്നും നിങ്ങൾ തീർച്ചയായിട്ടും പറയണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനൻ അഹം രാമൻ എന്നല്ലോ നാമം. ദശരഥന്റെ, അയോധ്യാവതിയായിട്ടുള്ള ദശരഥന്റെ മൂത്ത മകനായ രാമനാണ് ഞാൻ. എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അനുജനായ ലക്ഷ്മണനാണ്. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ സീത എന്ന് പേരുള്ള എൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നായാട്ടിന് ഈ വനത്തിൽ വന്ന സമയത്ത് ഒരു നിശാചരൻ, ഒരു കാട്ടാളൻ എൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയി. എൻ്റെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വനത്തിലൂടെ മുഴുവൻ യാത്ര നടത്തുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും അതിഭീകരമായിട്ടുള്ള രൂപത്തോടു കൂടി ഇപ്പോൾ നിന്നെ കാണാൻ കഴിഞ്ഞത് ഈ യാത്രക്കിടയിലാണ്, സിദ്ധാന്വേഷണത്തിനിടയിലാണ്. പാണികൾ കൊണ്ട് തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ടായതുകൊണ്ട് ആത്മരക്ഷാർത്ഥമാണ് ഞങ്ങൾ അങ്ങയുടെ കൈകൾ മുറിച്ചത്, ഛേദിച്ചത്. അങ്ങ് ആരാണ് എന്നും ഈ വികൃത രൂപം കൊണ്ട് ജീവിക്കുന്നത് എന്താണ് എന്നും തുറന്നു പറഞ്ഞാലും സത്യം പറഞ്ഞാലും എന്ന് രാമൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് സന്തോഷത്തോടുകൂടി കബന്ധൻ പറയുന്നു, നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. അങ്ങ് തന്നെയാണ് ശ്രീരാമനെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. നിൻ തിരുവടി തന്നെ മുന്നിൽ അമ്മാറു കാണായി വന്നൊരു നിമിത്തമായി നിന്നെ എനിക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത് കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്, പുണ്യവാനാണ്, ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. കാരണം മുമ്പ് ഞാൻ ഒരു ഗന്ധർവനായിരുന്നു, ഒരു ദിവ്യനായ ഗന്ധർവനായിരുന്നു. സൗന്ദര്യത്തിലും യൗവനത്തിലുമൊക്കെ അഹങ്കരിച്ചുകൊണ്ട് ഇതൊന്നും ഒരു കാലത്തും നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിച്ചിട്ട് എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ യൗവനത്തിലും ഞാൻ അഹങ്കരിച്ചു. അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന സമയത്ത് ഒരിക്കൽ അഷ്ടാവക്ര മഹർഷി എൻ്റെ മുമ്പിലൂടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വക്രതയെ ഞാൻ കളിയാക്കി, അദ്ദേഹത്തെ പരിഹസിച്ചു. ആ സമയത്ത് അദ്ദേഹം എന്നെ ക്രുദ്ധനായിക്കൊണ്ട് എന്നെ ശപിച്ചു. നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചു. ഞാൻ അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ച് കരഞ്ഞ് കാലുപിടിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് ശാപമോക്ഷം നൽകി. അദ്ദേഹം പറഞ്ഞു, സാക്ഷാൽ മഹാവിഷ്ണു ത്രേതായുഗത്തിൽ രാമനായി അവതരിച്ച് നിന്റെ കൈകൾ മുറിക്കുന്ന സമയത്ത് നിന്റെ ശാപം അവസാനിക്കും, നിനക്ക് പൂർവ്വരൂപം കൈവരും എന്ന് അനുഗ്രഹിച്ചു. ശാപം കൊണ്ട് രാക്ഷസനായി തീർന്ന ഞാൻ അന്നു മുതൽ അല്ലയോ രാമ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഇന്ദ്രന്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം കൊണ്ട് എൻ്റെ കണ്ഠം മുറിച്ച് കളഞ്ഞു, കഴുത്തു മുറിച്ച് കളഞ്ഞു. എന്നാൽ ബ്രഹ്മാവിൻ്റെ വരബലം കൊണ്ട് വജ്രമേറ്റിട്ടും ആ വജ്രായുധമേറ്റിട്ടും എനിക്ക് മരണമുണ്ടായില്ല. മരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട്, എനിക്ക് ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു മാർഗത്തെ തെളിയിച്ചു തന്നു. അങ്ങനെയാണ് ഈ വിലക്ഷണ രൂപം
ഈ വികൃത രൂപം എനിക്കുണ്ടായത്. എൻ്റെ തലയെടുത്ത് അദ്ദേഹം ഉള്ളിലാക്കിയിട്ട് നെഞ്ചിൽ ഘടിപ്പിച്ചു. കാലും തലയും അകത്തായപ്പോൾ കൈകൾക്ക് നീളം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വികൃതരൂപിയായിട്ട് ഞാൻ മാറി. കാലും തലയുമില്ലാത്ത, കണ്ണും മൂക്കുമില്ലാത്ത, കൈകൾ മാത്രം നീണ്ടുപോകുന്ന ഒരു വികൃത രൂപമായിട്ട് ഞാൻ മാറി. അങ്ങയുടെ വരവ് കൊണ്ട് അങ്ങ് എൻ്റെ കൈകൾ ഛേദിക്കുന്നതോട് മാത്രമേ എനിക്ക് ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്നതിനാൽ അന്നു മുതൽ രാമ, ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ച്, അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ച് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ ശരീരത്തെ ഇനി അഗ്നി കൂട്ടി ദഹിപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലയോ രാമ, ഞാൻ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നു. ഉടനെ തന്നെ ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ ഭൂമിയിലൊരു കുഴിയെടുത്ത് അതിൽ വിറകുകളെല്ലാം ഇട്ട് അഗ്നികുണ്ഡം തയ്യാറാക്കുന്നു. അതിൽ കബന്ധന്റെ ദേഹം ദഹിപ്പിക്കുന്നു. അപ്രകാരം കബന്ധദേഹം ദഹിക്കുന്ന സമയത്ത് ആ ദേഹത്തിൽ നിന്നും ദിവ്യനായിട്ടുള്ള ഒരു സുന്ദര പുരുഷൻ, ആ ദിവ്യനായ ഗന്ധർവൻ ഉയർന്നു വന്നു. അവൻ ഭഗവാനെ 3 വട്ടം മലത്ത് വെച്ച് നമസ്കരിച്ചുകൊണ്ട് ആനന്ദവിവശനായിട്ട് രോമാഞ്ചമണിഞ്ഞ് തനിക്ക് ശാപമോക്ഷം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ തൊണ്ടയിടറിക്കൊണ്ട് മധുരപദങ്ങളോട് കൂടിയിട്ട് രാമനെ സ്തുതിക്കുകയാണ്. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതം. അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം തുടങ്ങി അന്തവും ആദിയുമില്ലാത്തൊരു പരബ്രഹ്മമായിരിക്കുന്ന സ്വാമിയെ, ഭഗവാൻ ശ്രീരാമനെ ഇവിടെ കബന്ധൻ സ്തുതിക്കുകയാണ്. ആത്യന്തമില്ലാത്ത പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള അങ്ങ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണമെന്നും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചുകൊണ്ട് എന്നിൽ ജ്ഞാനത്തെ തെളിയിക്കണമെന്നും പരമാത്മബോധത്തിലേക്ക് ലയിക്കുവാനുള്ള കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുമെല്ലാം ഇവിടെ കബന്ധൻ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒടുവിൽ കബന്ധൻ പറയുന്നു, അങ്ങ് തന്നെ ഈ വിരാട് പുരുഷനാണ്, ഈ പ്രപഞ്ചമായിരിക്കുന്നത് അങ്ങ് തന്നെയാണ് വിരാട് പുരുഷനായിരിക്കുന്നത്. ആ വിരാട് പുരുഷന്റെ സ്ഥൂല അവയവങ്ങളാണ് 14 ലോകങ്ങളും. 7 14 ലോകങ്ങൾ വിരാട് പുരുഷന്റെ 14 അവയവങ്ങളാണ്. അതിൽ പാതാളം എന്ന് പറയുന്നത് വിരാട് പുരുഷന്റെ കാലടികളാണ്. മഹാതലം എന്ന് പറയുന്നത് കുതികാലാണ്. രസാതല തലാതലങ്ങൾ കാലിൻ്റെ മുട്ടുകളാണ്, കാലിൻ്റെ കണ്ണുകളാണ്. സുതലം കാൽമുട്ടുകളാണ്. അതലവിതലങ്ങൾ തുടകളും മഹീതലം അരക്കെട്ടും നഭസ്ഥലം നാഭിയും സുരലോകം മാറിടവുമാകുന്നു. മഹർലോകം കണ്ഠവും ജനലോകം മുഖവുമാണ്. തപോലോകം നെറ്റിത്തടമാണ്. സത്യലോകം ശിരസ്സാണ്. മേഘജാലങ്ങൾ കേശങ്ങളാണ്. ഇന്ദ്രാദികളായിട്ടുള്ള ലോകപാലന്മാരാണ് ഭുജങ്ങൾ. അതുപോലെ ദിക്കുകൾ കർണങ്ങളാണ്. അശ്വിനി ദേവകൾ നാസികയാണ്. അഗ്നി വായും, ആദിത്യൻ നേത്രവും, ചന്ദ്രൻ മനസ്സുമാണ്. പുരികക്കൊടികളുടെ വിലാസങ്ങൾ കാലവും വാക്പതിയായ വ്യാഴഗുരു ബുദ്ധിയുമാകുന്നു. രുദ്രൻ അഹങ്കാരമാണ്. വാക്കുകൾ ഛന്ദസ്സാണ്. ദംഷ്ട്രകൾ യമനാണ്. നക്ഷത്രജാലങ്ങൾ ദന്തപംക്തികളാണ്. ഹാസം മോഹകാരിണി ആയിട്ടുള്ള മഹാമായയാണ്. വാസന സൃഷ്ടികൾ കടക്കൺ നോട്ടമാണ്. ധർമ്മം മുൻഭാഗവും അധർമ്മം പുരോഭാഗവും അഥവാ പൃഷ്ഠഭാഗവുമാണ്. ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളും ഉദരം സപ്തസാഗരങ്ങളും ശ്വാസനിശ്വാസങ്ങൾ സപ്തമാരുതന്മാരും നദികൾ നാഡികളും പർവ്വതങ്ങൾ അസ്ഥികളുമാണ്. ഔഷധികൾ രോമങ്ങളും ഹൃദയം പരമശിവനും മഴ രേതസ്സുമാണ്. ഇങ്ങനെയുള്ള സ്ഥൂലമായിട്ടുള്ള ഈ വിരാട് പുരുഷ രൂപം നിത്യവും ധ്യാനിക്കുന്നവന് മുക്തി ലഭിക്കും. അങ്ങല്ലാതെ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല. അങ്ങനെയുള്ള ആ വിരാട് പുരുഷ രൂപത്തെ ഞാൻ എപ്പോഴും വണങ്ങുന്നു എന്ന് ഇവിടെ കബന്ധൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. നോക്കൂ, അതിൻ്റെ വരികൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ഓരോന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്ര മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായത് വന്നി നേത്രം ആദിത്യൻ തന്നെ ചിത്രം എത്രയും മനസ്സായ ചന്ദ്രനല്ല തുടങ്ങി ഒരു വിരാട് പുരുഷനായിട്ട് പ്രകൃതിയെ നിശ്ചയിച്ചാൽ സാക്ഷാൽ പരമാത്മാവായിരിക്കുന്ന ദേവൻ ഈ 14 ലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയെ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അധോഭാഗത്തുള്ള പാതാളത്തിൽ ഭഗവാന്റെ പാദങ്ങളും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും മുകളിലുള്ള 14ാമത്തെ ലോകമായിരിക്കുന്ന സത്യലോകം അത് ശിരസ്സുമാകുന്നു. ആ ദേവൻ പാതാളം മുതൽ സത്യലോകം വരെ വിരാജിച്ചു നിൽക്കുന്ന ആ ഒരു ദേവതാഭാവത്തെ, ഈശ്വരഭാവത്തെ ഒന്ന് ചിന്തിക്കുക. പാതാളത്തിൽ പാദങ്ങൾ വെച്ചുകൊണ്ട് സത്യലോകത്തിൽ ശിരസ് നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന
അതിനിടയിലുള്ള 14 ലോകങ്ങളെ, ആകെയുള്ള 14 ലോകങ്ങളിൽ ഭഗവാന്റെ ഓരോ 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 അംഗങ്ങളെ പറയുന്നു. അതിൽ തന്നെ ആ ഭഗവാന്റെ രൂപത്തിൽ കണ്ണുകൾ എന്താണ്, മൂക്കെന്താണ്, ചെവികൾ എന്താണ്, പല്ലുകൾ എന്താണ്, പുരികക്കൊടികൾ എന്താണ്, ശ്വാസനിശ്വാസങ്ങൾ എന്താണ്, നാഡികൾ എന്താണ് തുടങ്ങി ആ വിരാടായിരിക്കുന്ന ഈശ്വരന്റെ തത്വം, ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ തത്വം എന്താണ് എന്ന് ഇവിടെ കബന്ധൻ സുവ്യക്തമായിട്ട് രാമന്റെ മുമ്പിൽ പറയുന്നു നമുക്ക് വേണ്ടിയിട്ട്. അത് വിശദമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കാരണം ഈ വിരാട് പുരുഷന്റെ വർണ്ണന എപ്രകാരത്തിലാണ് സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിന്റെ യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളത് തന്നെ. എന്തായാലും അപ്രകാരത്തിൽ ആ വിരാട് പുരുഷനായിരിക്കുന്ന രാമന്റെ സങ്കല്പത്തെ, പരമാത്മ സങ്കല്പത്തെ കബന്ധൻ സ്തുതിച്ചപ്പോൾ അതിന്റെ കൂടെ പറയുന്നു, ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരുന്നോ ഇരിപ്പോ ഇക്കാണാകിയ രൂപം. ആ കാക്കനെ ഓടിച്ചേ. ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോന്നിത് ഈ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. ഇപ്പോൾ എൻ്റെ മുമ്പിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഈ സുന്ദര രൂപം മറ്റ് സകല രൂപങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രൂപമാണ്. ഇതെനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് കഴിയണം. അല്ലയോ രാമ, താപസവേഷം ധരിച്ചുകൊണ്ട്, ചാപബാണങ്ങൾ ധരിച്ചുകൊണ്ട്, സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട്, ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ട് വിളങ്ങുന്ന അങ്ങയുടെ ഈ ദിവ്യരൂപം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായാതിരിക്കണം. സർവജ്ഞനായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ പാർവതിയോടുകൂടെ നിത്യവും കാശിയിൽ അങ്ങയെ സേവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. സർവജ്ഞൻ, മഹേശ്വരൻ, ഈശ്വരൻ, മഹാദേവൻ, ശർവൻ, അവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ട് കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്നു മുഖ്യർത്ഥമായി. ശ്രീ മഹാദേവൻ പാർവതി ദേവിയോടൊത്ത് കാശിയിൽ അങ്ങയെ ധ്യാനിച്ചുകൊണ്ട്, അങ്ങയെ സേവിച്ചുകൊണ്ട് വസിക്കുന്നു എന്നെനിക്കറിയാം. മോക്ഷകാംക്ഷികളായിട്ടുള്ള ജനങ്ങൾക്ക് തത്വബോധം ജനിപ്പിക്കുന്നതിന് താരക ബ്രഹ്മവാക്യമായ രാമനാമത്തെ ഉപദേശിച്ചുകൊണ്ട് എപ്പോഴും അങ്ങ് അവിടെ വസിക്കുന്നതും എനിക്കറിയാം. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞ് ഉപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. അപ്രകാരം ശ്രീ മഹാദേവൻ പരമേശ്വരിയോടൊപ്പം, പാർവതി ദേവിയോടൊപ്പം താരകമന്ത്രമായിരിക്കുന്ന അങ്ങയുടെ തിരുനാമമായുള്ള രാമനാമത്തെ സാധാരണ ജനങ്ങൾക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഉപദേശിച്ചുകൊണ്ട്, അങ്ങയെ തന്നെ ധ്യാനിച്ചുകൊണ്ട്, അങ്ങയെ പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങയെ സേവിച്ചുകൊണ്ട് കാശിയിൽ ശ്രീ മഹാദേവൻ മഹാദേവിയോടൊപ്പം വസിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങ് സാക്ഷാൽ പരബ്രഹ്മമാണെന്നുള്ള പരമാർത്ഥം പരമശിവന് മനസ്സിലായിട്ടുണ്ട്. മഹാമായയാകുന്ന മോഹാന്തകാലത്തിൽ മൂടിപ്പോയത് കൊണ്ട് മൂഢന്മാർ അങ്ങയുടെ തത്വത്തെ മനസ്സിലാക്കുന്നതില്ല. അവർക്ക് എങ്ങനെയാണത് അറിയാൻ സാധിക്കുക? അല്ലയോ രാമചന്ദ്ര, പരമാത്മ സ്വരൂപ, അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം, ദയാനിധേ, എന്നെ അനുഗ്രഹിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്ന് സ്തുതിച്ചുകൊണ്ട് കബന്ധൻ വിനീതനായിട്ട് രാമന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. അജ്ഞാനകാരിണിയായ അങ്ങയുടെ മഹാമായ ഒരിക്കലും എന്നെ മോഹിപ്പിക്കരുതേ എന്നുകൂടി പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്രകാരമെല്ലാം സ്തുതിച്ച ഗന്ധർവനെ നോക്കിക്കൊണ്ട് രാമൻ മറുപടി കൊടുക്കുന്നു. ഭക്തിരസം നിറഞ്ഞ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിച്ച ഈയൊരു സ്തോത്രരത്നം, ഈയൊരു സ്തുതി ജ്ഞാനികൾക്ക് മാത്രം ലഭിക്കുന്ന പരമാനന്ദ രൂപമായിട്ടുള്ള എൻ്റെ പദത്തെ പുൽകുന്നതിന് നിനക്ക് കാരണമായിരിക്കുന്നു. അഥവാ ഭഗവാന്റെ മുമ്പിൽ ഈ വർണ്ണനകളെല്ലാം നടത്തിയപ്പോൾ ശ്രീരാമൻ എന്താണ്, ശ്രീരാമന്റെ തത്വം എന്താണ് എന്നുള്ള ആ ഒരു സ്തോത്രം ഇവിടെ രചിച്ചത് കൊണ്ട്, അഥവാ ഇവിടെ സ്തുതിച്ചത് കൊണ്ട് ഞാൻ വളരെയേറെ സന്തുഷ്ടനായി എന്ന് രാമൻ പറയുകയും, അതുകൊണ്ട് ജ്ഞാനികൾക്ക് മാത്രം ലഭിക്കുന്ന പരമാനന്ദ രൂപമായിട്ടുള്ള എൻ്റെ പദത്തെ പ്രാപിക്കുവാൻ നീ അർഹനായി തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ പറയുകയാണ്, ഭക്തനായ നിനക്കിനി അധപ്പതനം ഉണ്ടാവുകയില്ല. ഭക്തനായ നിനക്ക് യാതൊരു തരത്തിലും അധപ്പതനം ഉണ്ടാവുകയില്ല, മേൽക്കുമേൽ ഗതി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കബന്ധനെ ശ്രീരാമൻ അനുഗ്രഹിക്കുന്നു. അഥവാ ആ ഗന്ധർവനെ ശ്രീരാമൻ അനുഗ്രഹിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ഗന്ധർവൻ വണങ്ങിക്കൊണ്ട് പറയുന്നു, സ്വാമി, ഇവിടെ അടുത്തു തന്നെ മതംഗ മുനിയുടെ ഒരു ആശ്രമമുണ്ട്. അവിടെ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് വിശുദ്ധയായി തീർന്നിട്ടുള്ള ശബരി എന്ന് പറയുന്ന ഒരു വൃദ്ധ തപസ്വിനിയുണ്ട്. ആ ശബരി അവിടുന്ന് അങ്ങയുടെ വരവും കാത്തുകൊണ്ട് തപസ് ചെയ്യുകയാണ്.
സീതാന്വേഷണത്തിന് വേണ്ട മാർഗങ്ങളൊക്കെ അവിടെ ചെല്ലുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും. അങ്ങനെ സീതാദേവിയെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും എന്ന് ഗന്ധർവൻ ശ്രീരാമനോട് പറയുന്നു. ഗന്ധർവൻ ഇപ്രകാരം പറഞ്ഞ് അവിടെ നിന്നും വിട ചൊല്ലി. സന്തുഷ്ടനായ രാമലക്ഷ്മണന്മാർ അവിടെ നിന്നും നേരെ ഘോരമായ വനത്തിലൂടെ ചാരുത ചേർന്ന അതിമനോഹരമായ ശബരി ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയ സമ്പതിച്ചത് പാദോംബോരുഹയുഗത്തിങ്കൽ, വളരെ വളരെ സന്തോഷത്തോടുകൂടി ശബരി നിറഞ്ഞ കണ്ണുകളോടുകൂടിയിട്ട് ആനന്ദത്തോടുകൂടി പാദ്യാർഘ്യ ആസനാദികളൊക്കെ നൽകിക്കൊണ്ട് ശ്രീരാമനെ സ്വീകരിച്ചു. പാദതീർത്ഥാഭിഷേകം ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകി, കാല് കഴുകിച്ച് ഫലമൂലങ്ങൾ നൽകി പൂജ ചെയ്ത് ആനന്ദത്തോടുകൂടി ശ്രീരാമനെ സ്വീകരിച്ചു. എന്നിട്ട് പറയുന്നു, ധന്യനായി വന്നേൻ അഹം ഇന്ന് പുണ്യാതിരേകാൽ, ഞാൻ ഇന്ന് എൻ്റെ പുണ്യം കൊണ്ട് ധന്യയായി തീർന്നു. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണാർ. എൻ്റെ ഗുരുഭൂതന്മാർ നിന്നെയും പൂജിച്ചുകൊണ്ട് എത്രയോ വർഷം ഇവിടെ വസിച്ചു. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിത്, പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാർ അവർകളും. അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ വസിച്ചു. പിന്നീട് അവർ ബ്രഹ്മപദം പ്രാപിച്ചു, മഹാസമാധിയിൽ വിലയം പ്രാപിച്ചു. എന്നോട് ചൊന്നാർ അവർ ഏതുമേ ഗേദിയാതെ തന്നെ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. അവര് ബ്രഹ്മപദം പ്രാപിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ധന്യെ നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, നീ ഇവിടെ തന്നെ വസിക്കുക. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്ന് അവതരിച്ചത് രാക്ഷസപദാർത്ഥമായി. രാക്ഷസന്മാരെ വധിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ശ്രീരാമൻ ചിത്രകൂടത്തിൽ വന്നിട്ടുണ്ട്. വന്നീടും ഇവിടേക്ക് രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലു നീ. ശ്രീരാമൻ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തിച്ചേരും. ശ്രീരാമൻ ഇവിടെ വരുന്ന സമയത്ത് ശ്രീരാമനെയും കണ്ടിട്ട് വേണം നീ ദേഹത്യാഗം ചെയ്യുവാൻ. വന്നീടും എന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. അപ്രകാരം ശ്രീരാമൻ ഇവിടെ വന്ന് ശ്രീരാമനെ സേവിച്ചതിന് ശേഷം, ശ്രീരാമനെ കണ്ടതിന് ശേഷം മാത്രമേ നീ ദേഹത്യാഗം ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെ മാത്രമേ നിനക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. വന്നിതവണ്ണം, ഇപ്പോൾ അപ്രകാരം തന്നെ വന്നു. ഗുരുഭാഷിതം സത്യമല്ലോ, ഗുരുക്കന്മാർ പറയുന്ന കാര്യം തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ എന്ന് ഇവിടെ ശബരി രാമന്റെ മുമ്പിൽ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽ ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. താപസന്മാർക്ക് പോലും, എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള താപസന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്ത മഹാഭാഗ്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങയെ സേവിച്ചുകൊണ്ട് അങ്ങയുടെ വരവും ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ കാലമായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ് രാമ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. ഇവിടെ പറയുകയാണ്, അറിവില്ലാത്ത താഴ്ന്ന കുലത്തിൽ ജനിച്ച എനിക്ക് ഇതിന് യാതൊരു തരത്തിലും അധികാരമില്ല, എന്നിട്ടും എനിക്കിത് ലഭിച്ചുവല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ ശബരിയോട് മറുപടി പറയുകയാണ്, ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ശ്രീരാമൻ ശബരിക്ക് കൊടുക്കുന്ന ഉപദേശം ഇന്നത്തെ കാലഘട്ടത്തിനുള്ള ഉപദേശമാണ്. ശ്രീരാമൻ പറയുകയാണ്, പുരുഷനെന്നോ സ്ത്രീയെന്നോ അവൻ്റെ ജാതിയോ അവൻ്റെ നാമമോ അവൻ്റെ ആശ്രമമോ, ആശ്രമം എന്നാൽ ചതുരാശ്രമങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 4 ആശ്രമങ്ങളോ അല്ല എന്നെ ഭജിക്കുന്നതിനുള്ള കാരണം. അവൻ പുരുഷനാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, അവൻ്റെ ജാതി ഏതാണെന്നില്ല, അവൻ്റെ പേരെന്താണെന്നില്ല, അവൻ ഏത് ആശ്രമ സംസ്കാരത്തിലാണെന്നില്ല. മറിച്ച് ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. മുക്തി വന്നിടുവാനില്ല മറ്റേതുമൊന്നും. മുക്തി ലഭിക്കണമെങ്കിൽ ഭക്തി മാത്രമാണ് അളവുകോല്. അവിടെ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഏത് ജാതിയിലാണെന്നോ ഏത് കുലത്തിലാണെന്നോ എന്ത് പേരാണെന്നോ എവിടെയാണ് ഏത് ആശ്രമ സംസ്കാരമാണെന്നോ പോലും നോക്കാതെ ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ പ്രാപിക്കാം. അതിലൂടെ മുക്തിയെ പ്രാപിക്കുവാനും സാധിക്കും. വീണ്ടും പറയുന്നു, തീർത്ഥ സ്നാനാദി തപോദാന വേദാധ്യായന ക്ഷേത്രോപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്ന് കൊണ്ടൊരു നാളും. തീർത്ഥ സ്നാനങ്ങൾ കൊണ്ടോ
തപസ് കൊണ്ടോ, ദാനങ്ങൾ കൊണ്ടോ, വേദാധ്യയനങ്ങൾ കൊണ്ടോ, ക്ഷേത്രോപവാസങ്ങൾ കൊണ്ടോ, യാഗാദി കർമ്മങ്ങൾ കൊണ്ടോ എന്നെ ഒരാൾക്കും നേടുവാൻ സാധിക്കുകയില്ല ഭക്തിയില്ലെങ്കിൽ. ഇതെല്ലാം എന്നിലേക്കുള്ള മാർഗമാണ്. പക്ഷേ ഭക്തിയില്ലെങ്കിൽ ഇതൊന്നും തന്നെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല, എന്നെ ലഭിക്കുകയില്ല എന്ന് ശ്രീരാമൻ ശബരിയോട് പറയുന്നു. തുടർന്ന് പറയുകയാണ്, ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ. ഭക്തിക്കുള്ള മാർഗം അഥവാ ഭക്തി നമ്മളിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെ ഞാൻ ചുരുക്കി പറഞ്ഞു തരാം എന്ന് ശ്രീരാമൻ ശബരിയോട് പറയുന്നു. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. ഒന്നാമത്തെ കാരണം, ഭക്തി നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള 9 കാരണങ്ങളെ ശ്രീരാമൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തത് സദാചാര നിഷ്ഠരായിട്ടുള്ള സജ്ജനങ്ങളുമായിട്ട് സഹവസിക്കുക. സജ്ജന സത്സംഗം, സജ്ജനങ്ങളോടുകൂടെ ചേരുന്നത് ഭക്തി ഉണ്ടാവാനുള്ള ഒന്നാമത്തെ കാരണം. പിന്നെ കഥാലാഭം രണ്ടാം സാധനം. രണ്ടാമത്തെ കാരണം എൻ്റെ കഥകളെ പാരായണം ചെയ്യുക. അതായത് ഞാൻ ആര്, എൻ്റെ തത്വം എന്ത് തുടങ്ങിയിട്ടുള്ള എൻ്റെ കഥകളെ പാരായണം ചെയ്യുക. മൂന്നാമത്തേത് ഗുണേരണം. മൂന്നാമത്തത് എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുക. ശ്രീരാമന്റെ ഗുണങ്ങളെ അഥവാ ഈശ്വരന്റെ പരബ്രഹ്മ സ്വരൂപത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുക. അത് മൂന്നാമത്തത്. നാലാമത്തത് മധ്വജോ വ്യാഖ്യാനം. അതായത് എൻ്റെ തത്വങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളെ വ്യാഖ്യാനിക്കുക. നമുക്കറിയാം ചതുർവാക്യങ്ങളുണ്ട്, തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയിട്ടുള്ള വാക്യങ്ങൾ. അത്തരത്തിലുള്ള ദേവോക്തമായിട്ടുള്ള തത്വബോധാർത്ഥകമായിട്ടുള്ള വാക്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് ഭക്തിയെ നൽകുന്ന ഒന്നാണ്. അഞ്ചാമത്തത് മൽക്കലാജാതാചാര്യോപാസനം. അഞ്ചാമത്തത് പറയുന്നത് എൻ്റെ അംശം കൊണ്ട് അവതാരമെടുത്തിട്ടുള്ള ആചാര്യന്മാരെ, ആത്മജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാരെ പൂജിക്കുക. ഇതാണ് അഞ്ചാമത്തേത്. ആറാമത്തത് യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുക എന്നുള്ളത് ആറാമത്തത്. യമം, നിയമം, പ്രാണായാമം, ആസനം തുടങ്ങിയിട്ട് 8 അംഗങ്ങളുണ്ട്. ആ 8 അംഗങ്ങളോട് കൂടിയിട്ട് എന്നെ പൂജിക്കുക എന്നുള്ളത് ആറാമത്തെ ഭക്തി ഉണ്ടാകാനുള്ള ആറാമത്തെ കാരണമാണ്. ഏഴാമത്തെ കാരണം എന്ന് പറയട്ടെ, എൻ്റെ നാമമന്ത്രങ്ങളെ ഉപാസിക്കുക എന്നുള്ളതാണ് ഏഴാമത്തത്. മന്മന്ത്രോപാസകത്വം, എൻ്റെ മന്ത്രങ്ങളെ, നാമങ്ങളെ ഉപാസിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തത് എല്ലാ ഭൂതജാലങ്ങളിലും ഞാൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ ജീവികളുടെയും അന്തരാത്മാവ് ഞാനാണ് എന്ന് മനസ്സിലാക്കുക. സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യമുണ്ടാകുക, സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുക, സർവലോകാത്മാ ഞാനെന്ന് എപ്പോഴും ഉറയ്ക്കുക. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് രാമനാണെന്ന് മനസ്സിലാക്കുക. എല്ലാ ഭക്തന്മാരിലും ഈശ്വര ബുദ്ധിയോടുകൂടി ശ്രീരാമനെ കാണുക, ഭഗവാനെ കാണുക. ഇതൊക്കെയാണ് എട്ടാമത്തെ കാരണം. ഒൻപതാമത്തത് തത്വവിചാരമാണ്. ഒൻപതാമത്തത് എൻ്റെ യഥാർത്ഥ തത്വം അറിയുന്നതിന് വേണ്ടി മനസ്സിനെ പഠിപ്പിക്കുക, മനസ്സിനെ പ്രേരിപ്പിക്കുക. ഇങ്ങനെയുള്ള 9 കാരണങ്ങൾ കൊണ്ട് 9 വഴികളിലൂടെ ഭക്തി നമ്മളിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രീരാമൻ ശബരിയെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഉപദേശിക്കുകയാണ്. ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. ഇപ്രകാരത്തിൽ മനുഷ്യനെന്നോ അല്ലെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ ഈ ഭൂമിയിലുള്ള സമസ്ത ജീവരാശികൾക്കും ഭക്തി മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനം പ്രകാശിക്കുക തന്നെ ചെയ്യും. അത് മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. നമുക്ക് മോക്ഷത്തിനുള്ള കാരണം ഭക്തി തന്നെയാണ് എന്ന് ശ്രീരാമൻ ശബരിയോട് പറയുന്നു. തുടർന്ന് ശ്രീരാമൻ പറയുന്നു, ഭവതി എനിക്കൊരു സഹായം ചെയ്യണം, അല്ലയോ അവിടുന്ന് എനിക്കൊരു സഹായം ചെയ്യണം. സീതാദേവിയെ ആരാണ് കൊണ്ടുപോയത് എന്ന് അവിടത്തേക്ക് അറിയുമെങ്കിൽ അതെന്നോടൊന്ന് പറഞ്ഞു തരണം എന്ന് ശ്രീരാമൻ ശബരിയോട് പറയുന്നു. അതിന് മറുപടിയായിട്ട് ശബരി ആദരവോടുകൂടി പറയുന്നു, സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും. എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളാണ് ശ്രീരാമൻ എന്നെനിക്കറിയാം. എങ്കിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം, സീതാദേവി ഖേദിച്ച് ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. സീതാദേവി ദുഃഖത്തോടു കൂടിയിട്ട് ലങ്കാരാജ്യത്ത് വസിക്കുന്നുണ്ട്. കൊണ്ടുപോയത് ദശകണ്ഠൻ എന്നറിഞ്ഞാലും രാവണനാണ് കൊണ്ടുപോയത് എന്നല്ലയോ രാമ അങ്ങ് മനസ്സിലാക്കിയാലും മുമ്പിൽ അമ്മാറ് കുറഞ്ഞൊന്ന് തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. കുറച്ച് മുമ്പിലേക്ക് പോയാൽ തെക്കോട്ട് ചെന്നാൽ, കുറച്ച് മുമ്പോട്ട് തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ പമ്പാ നദിയെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവര വൃശ്യമുഖാഗ്രം. സർവവ്യാപിയായ അവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കൂ, മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തെക്കുഭാഗത്ത് പമ്പാ നദിയെ കാണാം. ആ പമ്പാ നദിയുടെ
മുൻഭാഗത്ത് ഋഷ്യമുഖം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഒരു പർവ്വതമുണ്ട്. സൂര്യപുത്രനായ സുഗ്രീവൻ ബാലിയെ പേടിച്ച് 4 മന്ത്രികളോടൊപ്പം ആ പർവ്വതത്തിന്റെ മുകളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. മുനിയുടെ ശാപം കൊണ്ട് ബാലിക്ക് ഋഷ്യമുഖ പർവ്വതത്തിന്റെ മുകളിൽ കയറുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ബാലിയെ പേടിച്ചിട്ടാണ് സുഗ്രീവൻ ആ ഋഷ്യമുഖത്തിന്റെ മുകളിൽ വസിക്കുന്നത്. അല്ലയോ രാമ, നിൻ തിരുവടി അങ്ങ് സുഗ്രീവനുമായി സഖ്യം പ്രാപിക്കുകയാണെങ്കിൽ, സഖ്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിഷ്പ്രയാസം അങ്ങയുടെ കാര്യമെല്ലാം തന്നെ സാധിക്കും. എന്നാൽ അതിനു വേണ്ടത് അങ്ങ് ചെയ്തുകൊള്ളൂ. ഞാൻ എൻ്റെ ദേഹത്തെ അഗ്നിയിൽ ത്യജിച്ചിട്ട് അങ്ങയുടെ തൃപാദങ്ങളിൽ ചേരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന് അല്ലയോ രാമ അങ്ങ് അനുവദിച്ചാലും അല്പസമയം അവിടുന്ന് ഇവിടെ വിശ്രമിച്ച് എൻ്റെ മായാബന്ധങ്ങളെല്ലാം അറുത്ത് എന്നെ മുക്തയാക്കുകയും വേണം എന്ന് ശബരി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അഭ്യർത്ഥിച്ചതിന് ശേഷം ശബരി തൻ്റെ ശരീരത്തെ അഗ്നിയിലെരിച്ച് മോക്ഷപദം പ്രാപിച്ചു. ശബരി മുക്തിയെ സിദ്ധിച്ചതിന് ശേഷം പിന്നീട് നമുക്കുള്ള ഉപദേശമാണ്: ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്ക് എന്നിൽ എത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവന് മുക്തിയെ സിദ്ധിക്കുവാൻ അഥവാ ഭഗവാനെ പ്രാപിക്കുവാൻ അടിസ്ഥാനമായിട്ടുള്ളത് ഭക്തി മാത്രമാണ് എന്ന് രാമായണം ആദ്യവസാനം തന്നെ എപ്പോഴും പരാമർശിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ്, ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമനോടുള്ള ഭക്തിയാണ് മുക്തിയെ നൽകുന്നത്. ശ്രീരാമ പാദാംബോധം സേവിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമന്റെ പാദങ്ങളെ എപ്പോഴും സേവിക്കുക. ഓരോരോ മന്ത്രതന്ത്ര ധ്യാനകർമാദികളും ദൂരെ സന്ധ്യജിച്ച് ഓരോരോ മന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും ധ്യാനങ്ങളെയും വിവിധ കർമ്മങ്ങളെയും ഒക്കെ ഒഴിവാക്കിയിട്ട് തൻ ഗുരുനാഥോപദേശാൽ, തൻ്റെ ഗുരുനാഥൻ ഉപദേശിക്കുന്നതനുസരിച്ച് ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമനെ എപ്പോഴും ധ്യാനിക്കുക. ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം. എല്ലാ കാലത്തും ശ്രീരാമന്റെ മന്ത്രം ജപിക്കുക. ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവം എന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. ശ്രീരാമന്റെ കഥ കേൾക്കുകയും അത് പറയുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിക്കുകയും സർവവും ശ്രീരാമമയമാണ് എന്ന്, ഈ ജഗത്ത് മുഴുവൻ ശ്രീരാമമയമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രനോട് ഐക്യം പ്രാപിക്കുവാൻ സാധിക്കും എന്ന് ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. രാമരാമേതി ജപിച്ചിടുക സദാകാലം വാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. പരമശിവൻ പറയുന്നു, അതുകൊണ്ട് രാമ എന്നെപ്പോഴും അല്ലയോ പാർവതി ജപിച്ചാലും പരമേശ്വരി ജപിച്ചാലും ഇത്തം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഇപ്രകാരത്തിൽ പരമേശ്വരൻ പാർവതിയോട് രാമഭദ്രന്റെ വൃത്താന്തമെല്ലാം പറഞ്ഞത് കേട്ടിട്ട് ഭക്തി കൊണ്ട് പരവശയായ പാർവതി ദേവി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു. ശ്രീരാമനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ലയിച്ചു. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരുളെന്ന് ഇരുന്നരുളിനാൻ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പൈങ്കിളി പൈതൽ പരമാനന്ദത്തോടു കൂടിയിട്ട് ശങ്കര മഹാദേവ ജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്പസമയം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവനാമസ്മൃതിയോടുകൂടിയിട്ട് പൈങ്കിളി പൈതൽ കഥ ആഖ്യാനം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. ഇത്രയുമാണ് ഇന്ന് നാം പരാമർശിക്കുന്ന, പാരായണം ചെയ്യുന്ന, വ്യാഖ്യാനം ചെയ്യുന്ന, ചിന്തിക്കുന്ന പാഠഭാഗം. ഇതിൽ നമുക്കറിയാം, സീതാപഹരണം, സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽ ജടായുവിന് സീതാദേവി നൽകുന്ന അനുഗ്രഹവും ജടായു രാവണനോട് എതിരിടുന്ന സാഹചര്യവും, ഇത് ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം നമുക്ക് നൽകുന്നുണ്ട്. ശ്രീരാമന്റെ പത്നിയായ സീതാദേവിയെ രാവണൻ അപഹരിക്കുന്ന സമയത്ത് സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, തൻ്റെ പ്രാണൻ പോലും വകവയ്ക്കാതെ അധർമ്മത്തിനെതിരെ ഇവിടെ ജടായു പ്രതികരിക്കുകയാണ്. ആ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ അനുഗ്രഹമായിട്ടാണ് പിന്നീട് ശ്രീരാമൻ ജടായുവിനെ തൻ്റെ മടിയിൽ കിടത്തി തൃക്കൈകൾ കൊണ്ട് തലോടി പ്രാണൻ വേർപെടുവാൻ വേണ്ടിയിട്ട്, അഥവാ മോക്ഷത്തെ നൽകുന്നതിന് വേണ്ടിയിട്ട് അനുഗ്രഹിച്ചത്. മാത്രവുമല്ല, കേവലം ഒരു പക്ഷിയായ ജടായുവിനെ വിധിയാവണ്ണം
സംസ്കരിക്കുവാൻ വേണ്ടി ശ്രീരാമൻ ലക്ഷ്മണനെ ചുമതലപ്പെടുത്തുന്നു. ഉദകക്രിയാദികൾ നൽകുന്നു, പിണ്ടാധാനം നിർവഹിക്കുന്നു. അങ്ങനെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഏതൊരുത്തനാണോ ധാർമ്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അവന് സാക്ഷാൽ ധർമ്മസ്വരൂപനായ രാമൻ തന്നെ അവനെ ഉയർത്തും എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം ഇവിടെ ജടായുവിന് രാമന്റെ അനുഗ്രഹത്തെ നാം മനസ്സിലാക്കേണ്ടത്. ആ പക്ഷിയെ എപ്രകാരത്തിലാണോ വിധിയാവണ്ണം സംസ്കരിക്കേണ്ടത് അതേ പ്രകാരത്തിൽ സംസ്കരിച്ച് ഉദകക്രിയാദികളും പിണ്ടാധാനവും നിർവഹിച്ച് ചേർത്ത് പിടിച്ച് കണ്ണുനീരോട് കൂടിയിട്ട് രാമൻ ആ ജടായുവിന് മോക്ഷം കൊടുക്കുന്നു. ഉടനെ തന്നെ സാരൂപ്യ മോക്ഷം, ഭഗവാന്റെ തന്നെ രൂപം എത്തുന്ന അവസ്ഥയിലേക്കുള്ള മോക്ഷം വിഷ്ണു പാർഷദന്മാരാൽ പൂജിക്കപ്പെടുന്ന രീതിയിൽ ജടായു മോക്ഷം പ്രാപിക്കുകയും വിവിധ നാമങ്ങൾ കൊണ്ട് ജടായു രാമനെ സ്തുതിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ശ്രീരാമൻ തന്നെ പറയുന്നു, ആ ജടായു സ്തുതി നിത്യവും കേൾക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മർത്യന് സർവ്വവിധ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് പറയുന്നു. ഇതിനൊക്കെ കാരണമായത് അധർമ്മത്തിനെതിരെ ജടായു തൻ്റെ ജീവൻ പോലും പ്രാണൻ പോലും വകവയ്ക്കാതെ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചുവെന്നും ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ലോകത്ത് അധർമ്മം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്ന ഈ കാലഘട്ടത്തിൽ രാമായണം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു സന്ദേശം ധർമ്മ സംസ്കൃതിയെ ചേർത്ത് പിടിക്കണമെന്നും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറാകണം എന്നുമാണ്. അപ്രകാരം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ ധർമ്മസ്വരൂപനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അനുഗ്രഹം നമ്മോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും സാരൂപ്യ മോക്ഷം നമുക്ക് ലഭിക്കുമെന്നും ഈ ജടായുവിന്റെ കഥാഭാഗത്തിലൂടെ നമുക്ക് രാമായണത്തിലൂടെ നമുക്ക് ഉദ്ബോധനം ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, സീതാന്വേഷണ സമയത്ത് വനദേവതമാരെ നിങ്ങളെങ്ങാനും കണ്ടുവോ, വൃക്ഷലതാദികളെ, പക്ഷിമൃഗാദികളെ, വൃക്ഷവൃന്ദമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ സീതയെ കണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ച് കരയുന്ന, വാവിട്ട് നിലവിളിക്കുന്ന, ആർത്തനാദം പൊഴിക്കുന്ന ശ്രീരാമനെ നമ്മൾ കണ്ടു. എന്നാൽ അവിടെ തന്നെ ചേർക്കുന്നു, ഇത് ലോകരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ ധർമ്മത്തെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാർഗത്തെ രാമൻ കണ്ടെത്തുകയാണ് എന്ന്. ഇത് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും. അതിൽ തന്നെ പറയുന്നു, ഈ ലോകത്ത് മനുഷ്യന് മായാനിർമ്മിതമായിരിക്കുന്ന ദുഃഖമില്ലാത്തവരാരുമായിട്ടില്ല. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ദുഃഖമില്ലാത്തവരാരുമില്ല എന്ന് സീതയുടെ ദുഃഖം കാണുമ്പോൾ രാമായണത്തിൽ പറയുന്നുണ്ട്. ഇവിടെ രാമനും ദുഃഖിക്കുകയാണ്. സാക്ഷാൽ ഈശ്വരന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാർ അഥവാ നാരായണനും ലക്ഷ്മിയും ദുഃഖിച്ച് ഭൂമിയിൽ നിലവിളിക്കുമ്പോൾ ഇവിടെ ഒരു തത്വം നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ടാകും. ആ ദുഃഖത്തിൽ നിന്ന് മറികടക്കുവാനുള്ള ഉപാധിയെ കണ്ടെത്തുക എന്നുള്ളതാണ് വേണ്ടത്. ഇവിടെ രാമലക്ഷ്മണന്മാർ സീതാദേവിയോട് ഒന്നിച്ച് വനത്തിലേക്ക് പോയിരിക്കുന്നത് തന്നെ സീതയെ കാരണബോധയാക്കിക്കൊണ്ട് യാതുദാനാന്വയ നാശം വരുത്തുവാനാണെന്ന് അധ്യായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ രാവണ സഭയിലേക്ക്, രാവണന്റെ രാജധാനിയിലേക്ക്, രാവണ വധത്തിന് വേണ്ടിയിട്ട് രാമന് ലങ്കയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള ഉപാധിയാണ് സീതയുടെ അപഹരണമെന്ന് സീതാപഹരണ ഭാഗത്ത് രാമൻ തന്നെ മനസ്സിൽ പറയുന്നത് നമ്മളിവിടെ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ, ധർമ്മത്തെ സംസ്ഥാപനം നടത്തുന്നതിന്, ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചത്തിൽ ഓരോ കാരണങ്ങളെ ധർമ്മസ്വരൂപനായ രാമൻ തന്നെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം. നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകും. ആ ദുഃഖങ്ങളിലൊക്കെ തകർന്ന് വീഴാതെ, ആ ദുഃഖങ്ങൾ നാളെയുടെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് എന്ന് ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ ഈ പാഠ്യഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വരും കാലത്ത് അപ്രകാരത്തിലൊരു ദുഃഖം നമുക്ക് സംഭവിച്ചത് കൊണ്ട് പിന്നീട് നമുക്കുണ്ടായിട്ടുള്ള സന്തോഷത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു തത്വബോധമാണ് ഇവിടെ ഈ പാഠ്യഭാഗത്ത് നിന്ന് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. ജടായു സ്തുതിയിൽ ഭഗവാനെ വിവിധ നമസ്കാരങ്ങൾ ചൊല്ലുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ് കബന്ധഗതിയും കബന്ധസ്തുതിയും. കബന്ധഗതിയിൽ കബന്ധൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ ഈ ചെറുപ്പകാലവും അഥവാ യൗവനവും എൻ്റെ സൗന്ദര്യവും അതിൽ ഞാൻ അഹങ്കരിച്ചു പോയി. എല്ലാ കാലത്തും എനിക്ക് ഈ സൗന്ദര്യവും ഈ യൗവനവും ഉണ്ടാകും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതിൽ ഞാൻ അഹങ്കരിച്ചു. അതുകൊണ്ടാണ് അഷ്ടാവക്രനായ അല്ലെങ്കിൽ അഷ്ടാവക്ര മുനിയോട് ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഏറ്റവും വിരൂപമായിട്ടുള്ള രൂപത്തെ കിട്ടിയത്. എന്തായാലും
എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ശാപമോക്ഷം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കബന്ധൻ ഭഗവാനെ സ്തുതിക്കുന്നത് ആ വിരാട് പുരുഷനായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ പാതാളം മുതൽ അങ്ങ് ഉയർന്ന തലം വരെയുള്ള സത്യലോകം വരെയുള്ള 14 ലോകങ്ങളിലായിട്ട് വിരാജിച്ചു നിൽക്കുന്ന ആ വിരാട് പുരുഷനായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപത്തെ ഇവിടെ കബന്ധൻ നമുക്ക് മുമ്പിൽ, ആ ഗന്ധർവൻ നമുക്ക് മുമ്പിൽ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഭഗവാന്റെ ഓരോന്നും, അതായത് ഓരോ അംഗങ്ങളും, കണ്ണുകൾ, അതുപോലെ നാസിക, ചെവികൾ, ജിഹ്വ, നാഡികൾ തുടങ്ങി എന്തെല്ലാം ഈ പ്രകൃതിയിലെ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് ഒരു അവബോധം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് പൂർവ്വസൂരികളായിട്ടുള്ള ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത് ഈ പ്രകൃതിയിലെ സകലതും ഈശ്വരൻ തന്നെയാണ്. കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും എന്താണെങ്കിലും അത് ഈശ്വരൻ തന്നെയാണെന്ന് പറയാനുള്ള കാരണം ഈശ്വരൻ ഇല്ലാത്ത ഒന്നും ഈ പ്രകൃതിയിലില്ല എന്നുള്ളത് കൊണ്ടാണ്. വലിയൊരു തത്വമാണ് കബന്ധ സ്തുതിയിലൂടെ, വിരാട് പുരുഷ വർണ്ണനയിലൂടെ നമുക്ക് രാമായണം നമുക്ക് മുമ്പിൽ വർണ്ണിച്ചു തരുന്നത്. പിന്നീട് ശബരിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശബരി അവിടെ കാലങ്ങളായിട്ട് ശ്രീരാമന്റെ വരവും കാത്തുകൊണ്ട് ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ശബരി പറയുന്നു, ഹീനജാതിയിൽപ്പെട്ട എനിക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഗുരുഭൂതന്മാർ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ അവർക്ക് പോലും കാണാൻ സാധിക്കാത്ത മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചെങ്കിൽ ഞാൻ അതിന് എന്തുകൊണ്ടാണ് അർഹനായത്, അല്ലെങ്കിൽ അർഹത എനിക്ക് നേടിയത് എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചത് ഒരു ഹീനജാതിയിലാണ് എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വലിയൊരു തത്വം നമുക്ക് മുമ്പിൽ വർണ്ണിക്കുകയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളാണെന്നോ ചതുരാശ്രമങ്ങളിൽ ഏതെങ്കിലും ആശ്രമത്തിൽപ്പെട്ട ആൾക്ക് മാത്രമെന്നോ ഒന്നും തന്നെ എന്നെ പ്രാപിക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടൊന്നും തന്നെ എന്നിലേക്ക് എത്താനുള്ള വഴി അടയുകയുമില്ല. കാരണം തീർത്ഥസ്നാനങ്ങൾ കൊണ്ടോ ജപങ്ങൾ കൊണ്ടോ ധ്യാനങ്ങൾ കൊണ്ടോ പൂജകൾ കൊണ്ടോ എന്നെ പ്രാപിക്കണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഭക്തി ഉണ്ടായിരിക്കണം. ഭക്തിയില്ലാത്ത തീർത്ഥസ്നാനങ്ങൾ കൊണ്ടോ ജപങ്ങൾ കൊണ്ടോ പൂജകൾ കൊണ്ടോ യാഗങ്ങൾ കൊണ്ടോ ഹോമങ്ങൾ കൊണ്ടോ മറ്റേത് കർമ്മങ്ങൾ കൊണ്ടോ എന്നെ പ്രാപിക്കുവാൻ സാധ്യമല്ല. എന്നെ പ്രാപിക്കുന്നതിന് അവൻ പുരുഷനാണോ സ്ത്രീയാണോ, ഏത് ജാതിയിലാണ്, ഏത് കുലത്തിലാണ്, എന്ത് പേരാണ്, ഏത് വംശത്തിലാണ്, ഏത് ആശ്രമത്തിലാണ് എന്ന് പോലും നിയമമില്ല. എന്നെ പ്രാപിക്കണമെങ്കിൽ ഭക്തി മാത്രമാണ് ഒരു കാരണം. അതുകൊണ്ട് അല്ലയോ അവിടെ നിന്നൊരു കാര്യം കേൾക്കണം, ഭക്തിയെ സംഭവിക്കാനുള്ള 9 പ്രകാരങ്ങളെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അത് നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, ഒന്നാമത്തത് സജ്ജന സഹവാസമാണ്, രണ്ടാമത്തത് എൻ്റെ കഥകളെ പാരായണം ചെയ്യലാണ്, മൂന്നാമത്തേത് എൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കലാണ്, നാലാമത്തത് എൻ്റെ വാക്യങ്ങളെ വ്യാഖ്യാനം ചെയ്യലാണ്, അഞ്ചാമത്തത് എൻ്റെ അംശമായിരിക്കുന്ന ആചാര്യന്മാരെ പൂജിക്കലാണ്, ആറാമത്തത് യമനിയമാദികളോടുകൂടി എന്നെ പൂജിക്കുക എന്നുള്ളതാണ്, ഏഴാമത്തത് എൻ്റെ നാമമന്ത്രത്തെ ഉപാസിക്കുക എന്നുള്ളതാണ്, എട്ടാമത്തത് സർവത്തിലും എന്നെ കാണുക എന്നുള്ളതാണ്, ഒൻപതാമത്തത് എൻ്റെ തത്വത്തെ വിചിന്തനം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഈ 9 കാരണങ്ങൾ കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ഇവിടെ ശ്രീരാമൻ ശബരിയോട് പറയുന്നു. നമുക്കറിയാം, നവധാ ഭക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഈ 9 മാർഗങ്ങളിലൂടെ ഈശ്വരനിലേക്ക് പ്രാപിക്കാനുള്ള നവധാ ഭക്തിയെ പോലെ തന്നെ ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ ശ്രീരാമൻ പറയുന്ന 9 കാരണങ്ങളാണ് സജ്ജന സഹവാസം, പാരായണം, ഗുണവർണ്ണനം, വ്യാഖ്യാനം, ആചാര്യപൂജ, യമനിയമാദികളോടുകൂടിയുള്ള പൂജ, നാമമന്ത്രോപാസന, സർവ്വതിലും രാമനെ കാണുന്നത് അഥവാ സർവ്വതിലും ഈശ്വരനെ കാണുന്നത്, തത്വവിചാരത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ഇപ്രകാരത്തിൽ 9 വിധാനങ്ങളിലൂടെ 9 മാർഗങ്ങളിലൂടെ ഭക്തി വർദ്ധിച്ചാൽ തീർച്ചയായിട്ടും ആ ഭക്തിയാണ് മുക്തിയിലേക്ക് നയിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളൂ എന്ന് ഇവിടെ ശബരിയെ മുൻനിർത്തിക്കൊണ്ട് ശ്രീരാമൻ നമ്മളോട് ഉപദേശിക്കുന്നു. എന്നിട്ട് പറയുന്നു, സീതാദേവിയെ കാണുവാൻ വേണ്ടിയുള്ള മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴാണ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് പമ്പാ നദിയുണ്ടെന്നും അതിന് സമീപത്ത് ഋഷ്യമുഖാചലത്തിൽ 5 വാനരന്മാരുണ്ടെന്നും അവരെ ചെന്ന് കണ്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്താൽ കാര്യമെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് ആരണ്യകാണ്ഡം അവസാനിക്കുകയാണ്. ആ അവസാനിക്കുന്ന സമയത്ത് പരമേശ്വരൻ പാർവതീദേവിയോട് പറയുന്നത് പോലെ രാമായണം നമുക്ക് മുമ്പിൽ കാണിക്കുന്ന ഒരു കാര്യം, ശ്രീരാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, ശ്രീരാമ മന്ത്രത്തെ ജപിച്ചുകൊണ്ട്, ശ്രീരാമദാസന്മാരെ പൂജിച്ചുകൊണ്ട്, ശ്രീരാമ ഭക്തന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരെ ധ്യാനിച്ചുകൊണ്ട്, സർവവും ശ്രീരാമൻ ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, ഈ ജഗത്ത് മുഴുവൻ ശ്രീരാമമയമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യം പ്രാപിക്കാം, ശ്രീരാമചന്ദ്രന് തുല്യമായി തീരാം, ആത്മാരാമനായി തീരാം, ആത്മാവിൽ രമിക്കുന്നവനായിട്ട്, ആത്മാവിൽ രാമനുള്ളവനായിട്ട് തീരാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതീദേവിയോട്
ശിവൻ പറയുന്നു ഭദ്രേ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുമ്പോൾ ആ രാമസങ്കല്പത്തിൽ അലിഞ്ഞ മനസ്സോടു കൂടിയിട്ട്, രാമസങ്കല്പത്തിൽ ചേർന്ന മനസ്സോടു കൂടിയിട്ട് പാർവതീ ദേവി ഭക്തി കൊണ്ട് പരവശയായിട്ട് ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്നു എന്ന് പൈങ്കിളി പൈതൽ ശിവസ്മൃതിയോട് കൂടിയിട്ട് പറഞ്ഞു നിർത്തുന്നു. അതോടുകൂടിയിട്ടാണ് ആരണ്യകാന്ഡം അവസാനിക്കുന്നത്. അത്തരത്തിൽ രാമമന്ത്ര മഹിമയും രാമചന്ദ്രന്റെ ശ്രേഷ്ഠതയും രാമചന്ദ്രന്റെ തത്വവും രാമനാമ മഹിമയും സവിസ്തരം വർണ്ണിക്കുന്ന ആരണ്യകാണ്ഡത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഏവരിലും രാമമന്ത്രത്തിന്റെ മഹിമയും രാമനാമത്തിന്റെ മഹിമയും വർദ്ധിക്കട്ടെ, അതിലൂടെ ഭക്തി വർദ്ധിക്കട്ടെ, അതിലൂടെ മുക്തിയെ പ്രാപിക്കുവാനുള്ള ഒരു മാർഗമായിട്ടത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.